الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ثم رسله صادقون അല്ലേ? അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളും മറ്റും മനസ്സിലാക്കുന്നതിൽ സലഫുകളുടെ മാർഗം സ്വീകരിക്കണം. പഴച്ച ആളുകളുടെ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടത്. അള്ളാഹുവിന് പേരൊത്തവരോ സമന്മാരോ തുല്യന്മാരോ ഇല്ലാത്തതുകൊണ്ട് അള്ളാഹുവിനെ മറ്റുള്ളവരോട് സാദൃശ്യപ്പെടുത്താനോ തുലനം ചെയ്യാനോ പാടില്ല. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം വായിച്ചത്. ഫഇന്നഹു സുബ്ഹാനഹു അഅലമു ബിനഫ്സിഹി ബിഗൈരിഹി വഅസ്ദഖു ഖീലൻ വഅഹ്സനു ഹദീസൻ മിൻ ഖൽഖിഹി. അവിടെ വരെ കഴിഞ്ഞ ആഴ്ച വായിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അഅലമു ബിനഫ്സിഹി, അല്ലാഹു അഅലം, അവൻ ഏറ്റവും അറിയുന്നവനാണ്, ബിനഫ്സിഹി, അവനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്, വബിഗൈരിഹി, അള്ളാഹു അല്ലാത്ത ആളുകളെ സംബന്ധിച്ചും. അഅലമു ബിനഫ്സിഹി വബിഗൈരിഹി, അള്ളാഹു തന്നെ കുറിച്ചും താനല്ലാത്ത മറ്റ് ആളുകളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടത്. അള്ളാഹിനെ കുറിച്ച് എന്ന് മാത്രമല്ല, അവന്റെ സൃഷ്ടികളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. പിന്നെ അസ്ദഖു ഖീലൻ, അസ്ദഖ് ഏറ്റവും സത്യസന്ധമായത്, ഏറ്റവും സത്യസന്ധവാൻ. ഖീലൻ എന്തിനാൽ? വാക്കിനാൽ. വഅസ്ദഖു ഖീലൻ, വാക്കിനാൽ ഏറ്റവും സത്യസന്ധമായത്. വഅസ്ദഖു ഹദീസൻ മിൻ ഖൽഖിഹി വഅഹ്സനു ഹദീസൻ മിൻ ഖൽഖിഹി. വഅഹ്സനു ഹദീസൻ, സംസാരത്താൽ ഏറ്റവും നല്ലവൻ, അല്ലെങ്കിൽ വർത്തമാനത്താൽ ഏറ്റവും നല്ലവൻ, എന്നാൽ ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ, ഏറ്റവും നല്ല സംസാരം നടത്തുന്നവൻ. ആരേക്കാൾ? മിൻ ഖൽഖിഹി, തന്റെ സൃഷ്ടികളേക്കാൾ. ഇത് രണ്ടും അള്ളാഹുവിന്റെ ആയത്തുകളിലുള്ള ഭാഗങ്ങളാണ്. വഅസ്ദഖു ഖീലൻ എന്ന് പറഞ്ഞാൽ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സംസാരത്താൽ വാക്കിനാൽ ഏറ്റവും സത്യസന്ധനായുള്ളവൻ ആരുണ്ട്? സൂറത്തുൻ നിസാ 122 ആയത്ത്. അതാണ് ഇവിടെ അസ്ദഖു ഖീലൻ എന്ന് കൊടുത്തത്. നിസാ 122. വമൻ അസ്ദഖു മിനല്ലാഹി ഖീലൻ, അള്ളാഹിനേക്കാൾ വാക്കിനാൽ സത്യസന്ധൻ ആരാണ്? ആരാന്ന് വെച്ചാൽ വേറെ ആരുമില്ല, അള്ളാഹുവാണ് ഏറ്റവും നല്ല വാക്ക്, നല്ല ഖൗല് പറയുന്നവൻ. വഅഹ്സനു ഹദീസൻ മിൻ ഖൽഖിഹി, അതാണ് സൂറത്തുൻ നിസായിൽ 87 ആയത്ത്, 87. സൂറത്തുൻ നിസാ 87. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, രണ്ടും ഒരേമായി തന്നെ. അവിടെ എന്തൊരു ഖീല, മറ്റത് ഹദീസ എന്നുണ്ട് മാത്രം. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസൻ, അള്ളാഹുവിനേക്കാൾ ഹദീസ്, വാക്കിനാൽ സംസാരത്താൽ ഏറ്റവും സത്യസന്ധമായുള്ളവൻ ആരുണ്ട്? അപ്പൊ അള്ളാഹുവാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവനും അള്ളാഹുവാണ് ഏറ്റവും നല്ല സംസാരം നടത്തുന്നവനും. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ. ആ അള്ളാഹുവാണ് അവൻ ആരാണ്, എങ്ങനെയാണ്, അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പഠിപ്പിച്ചു തരേണ്ടത്. ഇനി അടുത്ത വാചകം, സുമ്മ റുസുലുഹു സാദിഖൂന മുസദ്ദഖൂന ബിഖിലാഫിൽ ലദീന യഖൂലൂന അലൈഹി മാ ലാ യഅലമൂൻ. സുമ്മ റുസുലുഹു, പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, സാദിഖൂന, റസൂൽ അതിന്റെ ബഹുവചനാണ് എന്ത്? റുസുൽ.
സുമ്മ റുസുലുഹു, അള്ളാഹു ഏറ്റവും നല്ല വാക്കും സംസാരവും അറിവുമുള്ളവരാണ്. ആ അള്ളാഹു നിയോഗിച്ച, അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ ദൂതന്മാരാകട്ടെ അവർ സത്യസന്ധതയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതേ അള്ളാഹുവിന്റെ വാക്കായി അവർ പറയുകയുള്ളൂ, അല്ലാതൊന്നും അവർ കെട്ടിയുണ്ടാക്കുകയില്ല. അതാണ് സുമ്മ റുസുലുഹു. പിന്നെ അവന്റെ ദൂതന്മാരും സാദിഖൂന, സാദിഖ് അതിന് സത്യസന്ധന്മാരാണ്. അവർ സത്യസന്ധന്മാരായതുകൊണ്ട് തന്നെ മുസദ്ദഖൂന, സദ്ദഖ എന്നാണ് സത്യപ്പെടുത്തി. സദ്ദഖ യുസദ്ദിഖു, മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നവൻ, അതിന്റെ ഇസ്മു മഫ്ഊൽ മുസദ്ദഖുൻ. മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നവൻ, മുസദ്ദഖുൻ സത്യപ്പെടുത്തപ്പെടുന്നവൻ. അപ്പൊ പ്രവാചകന്മാർ സാദിഖുകളും സത്യസന്ധന്മാരും മുസദ്ദഖൂന സത്യപ്പെടുത്തപ്പെടുന്നവരുമാണ്. എന്നാൽ മറ്റുള്ള ആളുകൾ പ്രവാചകന്മാരെ എന്ത് ചെയ്യുന്നു? സത്യപ്പെടുത്തുന്നു. അതെന്തുകൊണ്ടാ? ഇവര് സത്യവാന്മാരായതുകൊണ്ട്. സത്യവാനല്ലാത്ത ഒരാളെ എന്ത് ചെയ്യില്ല, മറ്റുള്ള ആളുകൾ സത്യപ്പെടുത്തുകയില്ല. അയാൾ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയില്ല. പ്രവാചകന്മാരെ ആളുകൾ സത്യപ്പെടുത്തുന്നു, അവരെ അംഗീകരിക്കുന്നു, കാരണം അവർ സത്യവാന്മാരാണ്. അപ്പൊ ഇത് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്, ഏറ്റവും സത്യസന്ധനാണ്, സത്യസന്ധമായ വാക്ക് പറയുന്നവനാണ് എന്ന് പറഞ്ഞ ശേഷം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെന്തിനാ? പ്രവാചകന്മാർ മോശക്കാരായാൽ എന്താ, പിന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അള്ളാഹു സത്യവാനായതുപോലെ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും സത്യസന്ധന്മാരാണ്, സത്യം പറയുന്നവരാണ്. അള്ളാഹു പറഞ്ഞതേ അള്ളാഹുവിനെ കുറിച്ച് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ മുസദ്ദഖൂന സത്യപ്പെടുത്തപ്പെടുന്നവരുമാകുന്നു. ബിഖിലാഫിൽ ലദീന യഖൂലൂന അലൈഹി മാ ലാ യഅലമൂൻ. ബിഖിലാഫി വിപരീതമായി, അല്ലദീന ഖിലാഫ് എന്ന് പറഞ്ഞാൽ എതിര്, വിപരീതം. ബിഖിലാഫിൽ ലദീന ഒരു കൂട്ടർക്കെതിരായി അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് വിപരീതമായിക്കൊണ്ട്. ആരാണവർ? യഖൂലൂന അവർ പറയുന്നു, അലൈഹി അള്ളാഹുവിന്റെ മേൽ, മാ ലാ യഅലമൂന അവർക്കറിയാത്തത്. യഖൂലൂന അവർ പറയുന്നു, അലൈഹി എന്ന് പറഞ്ഞാൽ അലല്ലാഹ് അള്ളാഹുവിന്റെ മേൽ, അള്ളാഹുവിനെ കുറിച്ച് അവർ പറയുന്നു, മാ ലാ യഅലമൂൻ മാ ഒരു കാര്യം, ലാ യഅലമൂന അവരറിയുന്നില്ല. അപ്പൊ മാ ലാ യഅലമൂൻ അവർക്ക് അറിയാത്തത്, അവർ മനസ്സിലാക്കാത്തത്, അവർക്ക് ഇൽമില്ലാത്തത്. അപ്പൊ അവർക്ക് ഇൽമില്ലാത്ത കാര്യം, അറിയാത്ത കാര്യം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർക്ക് എതിരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് ഇവരില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾ എന്ത് ചെയ്യില്ല? പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയില്ല. എന്നാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? പ്രവാചകന്മാരെ സത്യപ്പെടുത്തും. അപ്പൊ ഇവിടെ മുസദ്ദഖു എന്നാൽ എല്ലാവരും അവരെ സത്യപ്പെടുത്തുന്നുണ്ടോ? അതില്ല. ഈ കാര്യം മനസ്സിലാക്കുന്ന സത്യസന്ധന്മാർ മനസ്സിലാക്കും. എന്നാൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യില്ല? പ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്നവരല്ല. കാരണം അവർ വിവരമില്ലാത്ത കാര്യങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആരാ? അല്ലദീന യഖൂലൂന എന്നാൽ മതത്തിന്റെ എതിരാളികൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ. ഇനി അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ പറയുന്നവർ. ഇപ്പോ വിദേഹത്തിന്റെ ആളുകൾ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്വന്തം വകയായി കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ, സാഹിറന്മാർ, കണക്കുനോട്ടക്കാർ, ഇതുപോലുള്ള ആളുകൾ. അതേപോലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുള്ള മുഅ്തസിലിയാക്കളും അതുപോലെ തന്നെ ഹവാരിജികളും ജഹ്മിയാക്കളും അത്തരത്തിലുള്ള ആളുകൾ, ഇവരൊക്കെ എന്താണ്? അള്ളാഹു പറയാത്ത കാര്യങ്ങളാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വിപരീതമായി എന്ത് ചെയ്യണം? സത്യസന്ധത ഉള്ളവർ പ്രവാചകനെ കുറിച്ച് സത്യപ്പെടുത്തും, അവരെ നയിക്കും. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ولهذا قال ولهذا قال سبحانه وتعالى ولهذا قال سبحانه وتعالى ولهذا ഇക്കാരണത്താൽ, ഇതിനാൽ, അതായത് വലിഹാദ ഇതിനാൽ, ഖാല സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞിരിക്കുന്നു. എന്താണ് വലിഹാദ, ഇതിനാൽ ഇക്കാരണത്താൽ എന്ന് പറഞ്ഞാൽ ഏത് കാരണത്താൽ? നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും ഏറ്റവും നല്ല സംസാരം നടത്തുന്നവരും സത്യസന്ധന്മാരുമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു. അതാണ് വലിഹാദ എന്നാൽ തൊട്ടു മുമ്പ് പറഞ്ഞ സംഗതി. പ്രവാചകന്മാരും അള്ളാഹുവും അസ്തഖു ഹദീസൻ അസ്തഖു ഖീലൻ. അതുകൊണ്ട് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സുബ്ഹാന പരിശുദ്ധനാണ് എന്നുള്ള മക്കാണ്. സുബ്ഹാന റബ്ബിക്, നിന്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. നിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? റബ്ബിൽ ഇസ്സ, ഇസ്സത്ത് പ്രതാപം, അന്തസ്. റബ്ബിൽ ഇസ്സ പ്രതാപത്തിന്റെ രക്ഷിതാവായ. ഇവിടെ മുലാഹു മുലാഹിനിലേക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും എന്താണ്? പ്രതാപവാനായ റബ്ബ് എന്ന അർത്ഥത്തിലാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സ, ഇസ്സത്തിന്റെ റബ്ബായ പ്രതാപത്തിന്റെ റബ്ബായ നിന്റെ റബ്ബ് പരിശുദ്ധനാകുന്നു. എന്തിൽ നിന്ന്? അമ്മാ യസിഫൂന, അവർ വിശേഷിപ്പിക്കുന്ന സംഗതികളിൽ. അമ്മ എന്നാൽ അൻ കൂട്ടം അൻ മാ, അതാണ് അമ്മ. നൂന് അവയിൽ ചേർത്തു. അമ്മ എന്നാൽ ഒന്നിൽ നിന്ന്. അൻ മാ ഒന്നിൽ നിന്ന്. ഏതൊന്നിൽ നിന്ന്? യസിഫൂന, വസഫ യസിഫു എന്നാൽ വർണ്ണിക്കുക, വിശേഷിപ്പിക്കുക, വിശേഷണം പറയുക. അമ്മ യസിഫൂൻ, അവർ വർണ്ണിക്കുന്ന വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് പ്രതാപത്തിന്റെ നാഥനായ എന്നാൽ ഇസ്സത്തുള്ള അജീസായ പ്രതാപവാനായ റബ്ബ്, നിന്റെ റബ്ബ് പരിശുദ്ധനാകുന്നു. അപ്പൊ എന്താ ഇവിടെ? റബ്ബുൽ ഇസ്സ പ്രതാപത്തിന്റെ റബ്ബ് അല്ലെങ്കിൽ അഭിമാനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാനും നടപ്പിലാക്കാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയുമ്പോഴാണ് എന്തുണ്ടാവുക? ഇസ്സത്തുണ്ടാവുക. ഇത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കും എന്തില്ല? യഥാർത്ഥ ഇസ്സത്തില്ല. അത് അന്യമാണ്. അപ്പോഴാണ് റബ്ബുൽ ഇസ്സ, ഇസ്സത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ അള്ളാഹു പരിശുദ്ധനാണ് എന്തിൽ നിന്ന്? അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിരുന്ന്. എന്നാൽ അവിടെ അവരാരാ? മുശ്രിക്കുകളും പിന്നെ വിശ്വാസികളാണെന്ന് പറയുന്നവരിൽ തന്നെ നേരത്തെ പറഞ്ഞ പിന്നെ സാഹിറന്മാര്, ജ്യോത്സ്യന്മാര്, കണക്കുനോട്ടക്കാര്, വിദേഹത്തിന്റെ ആളുകൾ, പഴച്ച കക്ഷികൾ, ഇവരൊക്കെ എന്താ? ഇവരൊക്കെ അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുവോ അതിൽ നിന്നൊക്കെ ആര് പരിശുദ്ധരാണ്? അള്ളാഹു പരിശുദ്ധനാണ്. എന്നാൽ ഇവര് പറയുന്നത് കാരണം എന്താ? ഇവര് പറയുന്നത് അള്ളാഹിനെ സംബന്ധിച്ച് ശരിയല്ല. കാരണം അവർ അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് പറയുന്നത്. ബുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹു പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒരിക്കലും അത് സത്യസന്ധമാവില്ല. കാരണം അള്ളാഹിനെ കുറിച്ച് ആര് പറയണം? അള്ളാഹു തന്നെ പറയണം. അപ്പോ ഇവർ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയുന്നുവോ അതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു. കാരണം എന്താ? ഇവർ പറയുന്നത് പോലെയല്ല അള്ളാഹു. അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല. അള്ളാഹു ഉന്നതനാണ്. വസലാമുൻ അലൽ മുർസലീൻ, വസലാമുൻ സലാം രക്ഷ ആരുടെ മേൽ? അലൽ മുർസലീൻ, മുർസൽ അയക്കപ്പെട്ടവൻ, റസൂൽ അർത്ഥം. മുർസൽ അയക്കപ്പെട്ടവർ, ദൂതന്മാർ. വസലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക്, ദൂതന്മാർക്ക്, അയക്കപ്പെട്ട പ്രവാചകന്മാർക്ക് സലാമുൻ, സലാമുണ്ട്, രക്ഷയുണ്ട്, സമാധാനമുണ്ട്. വൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവിടെ സലാമുൻ അലൽ മുർസലീൻ എന്ന് പറയാൻ കാരണം എന്താ? പ്രവാചകന്മാർ ആര് പറഞ്ഞതാ പറയുന്നത്? അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് എന്തുണ്ട്? സലാമുണ്ട്. പ്രവാചകൻ പറഞ്ഞതിനെതിരാണ് പറയുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല? സലാമുണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അഭിമാനം, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള രക്ഷയും ഈ ദൂതന്മാർക്കുണ്ടായത് അള്ളാഹു പറഞ്ഞതുപോലെ പറയുന്ന സത്യസന്ധന്മാരായ ആളുകളാകുന്നു ഇവർ. അപ്പൊ ആ പ്രവാചകന്മാർ പറഞ്ഞത് ശരിയാണ് എന്നാരും സത്യപ്പെടുത്തുന്നു? അള്ളാഹുവിനെ സത്യപ്പെടുത്താൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു ഈ ആളുകൾ പറയുന്നത് പോലെയല്ല, മറിച്ച് പ്രവാചകന്മാർ പറയുന്നത് പോലെയാണ് എന്നതുകൊണ്ട് വൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല ഈ ആളുകൾ പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും
റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവാണ്. ആലമുൻ അതിന്റെ ബഹുവചനാണെന്ത്? ആലമൂന. മുസ്ലിമുൻ മുസ്ലിമൂന എന്നൊക്കെ പറഞ്ഞ മാതിരി ആലമുൻ ആലമൂൻ. നമ്മൾ സാധാരണ മലയാളത്തിൽ ലോകം എന്ന് പറയും. ആലമൂൻ സർവലോകം. ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചാണ് എന്താണ് ഇവിടെ ആലമൻ. നമ്മള് പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് വെച്ചാൽ അള്ളാഹു ഒഴികെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്താ ആലമാണ്. അള്ള ഒഴിച്ചതോ. കാരണം എന്താ? ലോകം അള്ളാഹുവിന്റെ സൃഷ്ടിയായി. സൃഷ്ടി അല്ലാത്തത് പിന്നെ ആരേ ഉള്ളൂ? സൃഷ്ടാവായ അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്ത് പെടും? ലോകം എന്ന് പറയും. കാരണം എന്താ? റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ നാഥൻ, ലോകങ്ങളുടെ നാഥൻ. അപ്പൊ എല്ലാറ്റിന്റെയും റബ്ബാര അള്ളാഹുവാണ്. അപ്പൊ അള്ളല്ലാത്ത വേറൊരു സാധനവും, അള്ളല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതെന്താണ്? അള്ളാന്റെ സൃഷ്ടികളാണ്. അപ്പൊ എല്ലാ സൃഷ്ടികളും അള്ളാഹു അല്ലാത്ത എല്ലാം അതാണ് എന്ത്? ആലം. ആ അപ്പൊ അൽ ആലം എന്നാൽ മാ സിവല്ലാഹ് എന്നാണ്. അള്ളാഹു അല്ലാത്തത് എന്താണോ അതൊക്കെ എന്താണ്? ആലമിൽപ്പെട്ടതാണ്. അതെ. ഇത്രയും ഇല്ലേ? 5 മണിക്ക് സാറേ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന അമ്മാ ബഅദ്. فسبح نفسه عما وصفه به المخالفون للرسل وسلم على المرسلين لسلامة ما قالوه من النقص والعيب. സൂറത്ത് സ്വാഫാത്തിലെ 180 മുതൽ 82 വരെയുള്ള 3 ആയത്തുകളാണ് നേരത്തെ വായിച്ചത്. ഇനി അതിനെക്കുറിച്ച് അള്ളാഹു അള്ളാഹുവിനെ തന്നെ പരിശുദ്ധപ്പെടുത്തി. കാരണം അവിടെ എന്താ? സുബ്ഹാന റബ്ബിക, അള്ളാന്റെ വാക്കാണല്ലോ. നിന്റെ റബ്ബ് പരിശുദ്ധനാണ്. പരിശുദ്ധൻ ആരാ പറയുന്നത്? അള്ളാഹു തന്നെ. അപ്പൊ അതാണ് സബ്ബഹ നഫ്സഹു, അള്ളാഹു പരിശുദ്ധനാക്കി നഫ്സഹു അവനെ തന്നെ. എന്തിൽ നിന്ന്? അമ്മാ വസഫഹു ബിഹി അൽ മുഖാലിഫൂന ലിർറുസുലി. അമ്മ ഒന്നിൽ നിന്ന്, വസഫഹു അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതിൽ നിന്ന്, ബിഹി അക്കാര്യം കൊണ്ട്. ആര്? അൽ മുഖാലിഫൂന. ഹാലഫ എന്ന് പറഞ്ഞ എതിരായി. അൽ മുഖാലിഫൂന എതിരാകുന്നവർ, ലിർറുസുലി പ്രവാചകന്മാരോട് എതിരായ ആളുകൾ അള്ളാഹുവിനെ ഏതൊരു സംഗതി കൊണ്ട് വിശേഷിപ്പിച്ചുവോ അതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നു. ഫസബ്ബഹ നഫ്സഹു, അള്ളാഹു അള്ളാഹുവിനെ തന്നെ പരിശുദ്ധപ്പെടുത്തി. എന്തിൽ നിന്ന്? അമ്മാ വസഫഹു അള്ളാഹുവിനെ വർണ്ണിച്ചതിൽ നിന്ന്, ബിഹി ഏതൊരു കാര്യം കൊണ്ട് വർണ്ണിച്ചുവോ അതിൽ നിന്ന്. ആര് വർണ്ണിച്ചു? അൽ മുഖാലിഫു റസൂൽ പ്രവാചകന്മാരോട് എതിരായ ആളുകൾ. എന്നാൽ പ്രവാചകൻ പറഞ്ഞതിനും ഖുർആൻ പറഞ്ഞതിനും എതിരായി അള്ളാഹുവിനെ അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അള്ളാഹ് ആ ഗുണമുണ്ട് ഈ ഗുണമുണ്ട്, അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്ന് ആരൊക്കെ പറഞ്ഞുവോ അതിൽ നിന്നൊക്കെ ആര് പരിശുദ്ധനാണ്? അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹു അള്ളാഹുവിനെ തന്നെ പരിശുദ്ധനാണ്, പരിശുദ്ധപ്പെടുത്തുന്നു. അതാണ് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്നതിന്റെ വിശദീകരണം പറഞ്ഞത്. ഖാലഫാന് എതിരാവുക, ഖാലഫ യുഖാലിഫു എതിരായി. നേരത്തെ ബി ഖിലാഫി ദാലിക്കല്ല പറഞ്ഞു. ബി ഖിലാഫിൽ ലദീന യഖൂലൂന ഖാലഫ യുഖാലിഫു മുഖാലഫത്ത് എതിരാവൽ. വസല്ലമ അലൽ മുർസലീന ലിസലാമത്തി മാ ഖാലൂഹു മിനൻ നഖ്സി വൽ ഐബി. പിന്നെ ആ ആയത്ത്, രണ്ടാമത്തെ ആയത്തിൽ എന്താ പറയണത്? അള്ളാഹുവിന്റെ ദൂതന്മാർക്കുമേൽ സലാമുണ്ട്, അവർക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്. അതെന്തുകൊണ്ടാ? അവർ സത്യസന്ധന്മാരാണ്. അതാണ് ഇനി പറയുന്നത്. വസല്ലമ അലൽ മുർസലീന, അള്ളാഹു ദൂതന്മാരുടെ മേൽ സലാം പറഞ്ഞു, അവർക്ക് സലാമുണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം? ലി സലാമത്തി രക്ഷ കാരണത്താൽ, ലി സലാമത്തി അന്യൂനത കാരണത്താൽ,
മാ ഖാലൂഹു അവർ പറഞ്ഞതിന്റെ, ലി സലാമത്തി മാ ഖാലൂഹു മിനൻ നഖ്സി വൽ ഐബി. ഈ എതിരാളികളായ ആളുകൾ പറഞ്ഞ ഐബും നഖ്സും, നഖ്സ് എന്നാൽ ന്യൂനത, ഐബ് പോരായ്മ അല്ലെങ്കിൽ ആക്ഷേപം, നഖ്സ് കുറവ്, ഐബ് ആക്ഷേപകരമായ കാര്യം, ന്യൂനതയും കുറവും. ലി സലാമത്തി മാ ഖാലൂഹു, നേരത്തെ മുകളിൽ പറഞ്ഞ പ്രവാചകന്മാരോട് എതിരായ ആളുകൾ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞ എന്തെല്ലാം നഖ്സും ഐബും ന്യൂനതയും കുറവുമുണ്ടോ അതിൽ നിന്നെല്ലാം എന്താണ് ഇവർ പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞത് എന്താണ്, സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നതുകൊണ്ടും. അപ്പൊ ഈ ആളുകൾ പറഞ്ഞ ന്യൂനതയും ഐബും നഖ്സും ആർക്കില്ല, അള്ളാഹുവിനില്ല എന്നതുകൊണ്ട് പ്രവാചകന്മാരുടെ മേൽ അള്ളാഹു എന്തിരിക്കുന്നു, സലാമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആയത്ത് പറഞ്ഞതൊന്നും അവിടെ വിശദീകരിക്കുന്നല്ലോ. വഹുവ സുബ്ഹാനഹു ഖദ് ജമഅ ഫീമാ വസഫ വസമ്മാ ബിഹി നഫ്സുഹു ബൈന അൻ-നഫ്യി വൽ ഇസ്ബാത്ത് ഫലാ ഉദൂല ലിഅഹ്ലി സുന്നah വൽ ജമാഅ അമ്മാ ജാഅത് ബിഹിൽ മുർസലൂൻ. ഇനി അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇസ്ബാത്തും മറ്റൊന്ന് നഫിയും. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇസ്ബാത്തും നഫിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ലാ ഇലാഹ, അതെന്താ നഫിയാണ്, ഒരു ആരാധ്യനുമില്ലാതെ നിഷേധിക്കാൻ. പിന്നെ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്നാൽ ഒരാരാധ്യനും ഇല്ല, പിന്നെ ആരുണ്ട്, അള്ളാഹു മാത്രമുണ്ട്. അപ്പൊ അത് ഇസ്ബാത്താണ്, അതാണ് നഫി ഇസ്ബാത്ത്. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളിൽ ഉള്ള സംഗതികളും ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനുണ്ട് എന്ന് മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, അള്ളാഹു ഇല്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ അള്ളാഹു നിഷേധിക്കുന്നു. ഉണ്ടാകേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് അള്ളാഹുവിനെ വർണ്ണിച്ച ഏൽപ്പിച്ച സംഗതികളിലുള്ളത്. അതാ പറയുന്നത് വഹുവ സുബ്ഹാനഹു. വഹുവ സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒന്നിൽ, വസഫ അവൻ വർണ്ണിച്ച വിശേഷിപ്പിച്ച, ഈമാ വസഫ അള്ളാഹു വർണ്ണിച്ചതെന്തോ അതിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട്. വസമ്മാ ബിഹി നഫ്സഹു, സമ്മാ യുസമ്മി പേര് വെക്കുക, ബിഹി ആ ഒരു കാര്യം കൊണ്ട്, വസമ്മാ ബിഹി ഏതൊന്നുകൊണ്ട് അള്ളാഹു പേര് വെക്കുകയും ചെയ്തുവോ, ആർക്ക്, നഫ്സഹു അവന് തന്നെ. അപ്പൊ ബിമാ വസഫ അള്ളാഹു വിശേഷിക്കുകയും, വസമ്മാ ബിഹി ഏതൊരു കാര്യം കൊണ്ട് അള്ളാഹു പേരിടുകയും ചെയ്തുവോ, നഫ്സഹു അവനെ. അപ്പൊ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയും അവന് പേരിടുകയും ചെയ്ത കാര്യത്തിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്തൊക്കെ കിട്ടി, ഫീമാ വസഫ എന്ന അള്ളാഹുവിന്റെ സിഫാത്ത്, പിന്നെ സമ്മാ ബിഹി എന്നാലോ അള്ളാഹുവിന്റെ ഇസ്മ. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകളിലും അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അള്ളാഹുവിന്റെ പേരുകളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതാ പറഞ്ഞതിനർത്ഥം. എന്തിനിടയിൽ, ബൈന നഫി വൽ ഇസ്ബാത്തി, നഫീനും ഇസ്ബാത്തിനും ഇടയിൽ എന്നാൽ ആ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും നഫിയുണ്ട്, ഇസ്ബാത്തുണ്ട്. എന്നാൽ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ അള്ളാഹു നിഷേധിച്ചിട്ടുണ്ട്, ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഉണ്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഇസ്മുകളിലും സിഫത്തുകളിലും ഉള്ളത്. ഏതുപോലെ ഇപ്പൊ അള്ളാഹു അവിടെ നഫി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വായിച്ചു, എന്താണ്, അള്ളാഹു ലാ സമീയ വലാ കുഫ്വ വലാ നിദ്ദ എന്നൊക്കെ പറഞ്ഞില്ലേ. അള്ളാഹുവിന് പേരൊത്ത വേറൊരാളില്ല, അള്ളാഹുവിന് തുല്യരായ ആളില്ല, അള്ളാഹുവിന് സമനില്ല, അതുപോലെ ലാ ശരീക ലഹു അള്ളാഹുവിന് പങ്കുകാരില്ല, പിന്നെ അള്ളാഹുവിന് ക്ഷീണമില്ല, തളർച്ചയില്ല, അള്ളാഹുവിന് ഉറക്കമില്ല, മയക്കമില്ല. അതൊക്കെ എന്താ, അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ അള്ളാഹു തന്നെ നിഷേധിക്കാൻ. ഇനി ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹുവിന്
അറിവ്, അതുപോലെ തന്നെ സ്ഥിരമായി കേൾവി, കാഴ്ച, ഇങ്ങനെയുള്ള അള്ളാഹു ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെയൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതാണ് ഇനി ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളും അതാണ്, അതിന്റെ ചുരുക്കം പറഞ്ഞതാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട് അത് അള്ളാഹു തന്നെ പറയുന്നു. അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല അത് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ ഉള്ളത്. ഫലാ ഉദൂല ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അതല എന്ന നീതി പാലിക്കാൻ അർത്ഥമുണ്ട്, തെറ്റുക നടത്തുന്നുണ്ട്. ഫലാ ഉദൂല അതിന് വന്നു ഫലാ ഉദൂല ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന് ഉദൂലില്ല, തെറ്റാൻ സാധിക്കുകയില്ല, വ്യതിചലിക്കാൻ സാധിക്കുകയില്ല, മാറാൻ സാധിക്കുകയില്ല. എന്തിൽ നിന്ന്? അമ്മ ഒന്നിൽ നിന്ന്. ജാഅ ബിഹി, ജാ വന്നു, ജാഅ ബി എന്ന കൊണ്ടുവന്നു, കൊണ്ടുപോയി. അപ്പൊ അമ്മാ ജാഅ ബിഹി അൽ മുർസലൂന, മുർസലുകൾ ദൂതന്മാർ ഏതൊരു കാര്യമാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നിന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എന്തില്ല? ലാ ഉദൂല, അതിൽ തെറ്റാൻ പറ്റുകയില്ല, തെറ്റലില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവർ തെറ്റുകയില്ല, അവർ മാറുകയില്ല, അവർ വ്യതിചലിക്കുകയില്ല. കാരണം ഇന്നഹു സിറാത്തുൽ മുസ്തഖീം, നിശ്ചയം അത് ഏത്? അഹു എന്നാൽ മാ ജാഅ ബിഹി അൽ മുർസലൂൻ, പ്രവാചകന്മാർ കൊണ്ടുവന്ന സംഗതി, പ്രവാചകന്മാർ അള്ളാഹുവിന്റെ വഴിയനുസരിച്ച് പഠിപ്പിച്ച സംഗതി. അതെന്താ? അസ്സിറാത്തുൽ മുസ്തഖീം, അത് ചൊവ്വായ പാതയാണ്. സിറാത്ത് വഴി, മുസ്തഖീം ഇസ്തഖാമ നേരെയാവുക, ചൊവ്വാവുക. അസ്സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ വഴി. പ്രവാചകന്മാർ കൊണ്ടുവന്നതാണ് സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ട് തന്നെ ആ സിറാത്തുൽ മുസ്തഖീം എന്ന് മാറാൻ ആർക്കും പറ്റില്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പറ്റില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് സംഗതികൾ പറഞ്ഞു. ഒന്ന് അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ ഇസ്മുകളും, അതിൽ അള്ളാഹു നഫിയും ഇസ്ബാത്തുമാണ് പറയുന്നത്. അത് ആ കാര്യമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ സ്വീകരിച്ചത്. എന്തുകൊണ്ട്? അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇനിയിവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതിൽ നാസിറു സഅദി അദ്ദേഹത്തിന്റെ ഈ അഹ്യത്തുൽ വാസിയന്റെ ഷർഹിൽ പറഞ്ഞു കാണാം, ലം യരിദ് നഫ്യു ശൈഇൻ ഫിൽ കിതാബി വസ്സുന്ന അനില്ലാ ഇല്ലാ ലിഖസ്ദി ഇസ്ബാത്തി റിദ്ദിഹി. തത്വം പറയുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ നഫിയുണ്ട് ഇസ്ബാത്തും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ സുന്നത്തിലോ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏതൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുന്നത് എന്തിനാണ്? ഇല്ലാ ലിഖസ്ദി ഇസ്ബാത്തി റിദ്ദിഹി, അതിന്റെ വിപരീതം അള്ളാഹുവിനുണ്ട് സ്ഥാപിക്കാൻ. ഒരു സംഗതി അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് അതില്ല എന്ന് പറയാൻ മാത്രമല്ല, അതിനെന്താണ്? ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം ആർക്കുണ്ടാവും? അള്ളാഹുണ്ടാവും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം അള്ളാഹു ഹയ്യുൻ, അള്ളാഹു ഹയ്യാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തില്ല? മരണമില്ല. ഇനി അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ഇല്ല, മരണമില്ല എന്ന് പറഞ്ഞാൽ ഉറക്കവും മയക്കവും മരണവും ഇല്ലാത്ത സ്ഥിരമായ ജീവിതം ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അപ്പോ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നത് അതില്ല എന്ന് പറയാൻ മാത്രമല്ല, അതിന്റെ വിപരീതം അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതിനുശേഷം അടുത്ത ഭാഗങ്ങളിൽ വിശദീകരിക്കും, മനസ്സിലാവും. സിറാത്തുൽ ലദീന ഫൈനഹു സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാർ കൊണ്ടുവന്നതാണ് സിറാത്തുൽ മുസ്തഖീം. ഇനി അതെന്താണെന്നുള്ള ഒന്നുകൂടി പറയാൻ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തു, അതൊരു വഴിയാണ്, മാർഗമാണ്. അല്ലദീന, ഒരു കൂട്ടരുടെ. ഏതൊരു കൂട്ടർ? അൻഅമ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അലൈഹിം, അവരുടെ മേൽ. അൻഅമ എന്ന് പറഞ്ഞാൽ നിയമത്ത് ചെയ്യുക, അനുഗ്രഹിക്കുക. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഇല്ലേ, അതന്നെ. സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹ് അലൈഹിം, അള്ളാഹു ഏതൊരു കൂട്ടരുടെ മേൽ അനുഗ്രഹിച്ചുവോ അവരുടെ മാർഗമാണ് ഏത്? സിറാത്തുൽ മുസ്തഖീം. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അനുഗ്രഹം കിട്ടിയവരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ളത്.
ആ അനുഗ്രഹം കിട്ടിയ ആളുകളാരാ? മിനൻ നബിയ്യീൻ. ആ മിനൻ നബിയ്യീന നബിമാരും വസിദ്ദീഖീന സിദ്ദീഖുകളും. സിദ്ദീഖ് എന്നാൽ സത്യപ്പെടുന്നവർ, സിദ്ദീഖ് സിദ്ദീഖൂൻ സത്യപ്പെടുത്തുന്ന ആളുകളും, വസ്സുഹദാ രക്തസാക്ഷികളും, വസ്വാലിഹീൻ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളും. മിനൻ നബിയ്യീന വസിദ്ദീഖീന വസ്സുഹദാഇ വസ്വാലിഹീൻ നബിമാരും സിദ്ദീഖുകളും രക്തസാക്ഷികളും സാലിഹീങ്ങളുമായ ആളുകളിൽ നിന്ന്, അതിനാണ് അവിടെ മീനെടുത്ത്, ഇവരിൽ നിന്ന് ആരെ അള്ളാഹു അല്ലെങ്കിൽ ഇവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച ആളുകളാരോ അവരുടെ വഴിയാണ് എന്ത്? സിറാത്ത് മുസ്തഖീം. അപ്പൊ സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബിമാരുടെ വഴിയാണ്, സിദ്ദീഖുകളുടെ വഴിയാണ്, ശുഹദാക്കളുടെ വഴിയാണ്, സാലിഹീങ്ങളുടെ വഴിയാണ്. ഇത് ഖുർആനിലെ ആയത്തിന്റെ ആയത്താണ് ഈ കൊടുക്കണമൊക്കെ. ആയത്തല്ലെങ്കിൽ ഉലായിക്കല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലായിക റഫീഖ. ആ ആയത്തിന്റെ മറ്റൊരു പദം ആയത്തോട് കൊടുക്കുന്നത്. അപ്പൊ ആയത്ത് പറഞ്ഞെന്താ? ഇവരാണെന്ത്? അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ആയത്തിലും അതെന്നെ ഇവിടെയും കൊടുത്ത്. അപ്പോ അള്ളാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റുന്ന ആളുകൾ, അവർക്കാണ് നിയമത്ത് കിട്ടിയത്. അവരുടെ മാർഗമാണ് എന്ത്? സാലിഹീങ്ങളുടെ സിറാത്ത് മുസ്തഖീം എന്ന വഴി. ആ വഴിയാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നത്. അത് ആരുടെ വഴി? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല ആയാത്തു സിഫാത്തി അൽ ജംഉ ബൈന നഫ്യി വൽ ഇസ്ബാത്തി ഫീ വസ്ഫിഹി തആല. ഇത് ഓരോന്നിലും ഓരോ ഹെഡിങ് ഉണ്ടാവും. അത് ഹെഡിങ് പിന്നെ ഇത് ക്രോഡീകരിച്ച ആൾക്കാർ കൊടുക്കുന്നതാണ്. ഇസ്ബാത്തു സിഫാത്ത്, സിഫത്തുകളെ സംബന്ധിച്ച ആയത്തുകൾ. നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അസ്മാവുകളുണ്ട്. ഇനി അള്ളാഹുവിന്റെ സിഫാത്തുകൾ തന്നെ ഓരോന്നോരോന്ന് എണ്ണി പറയാൻ പോവുകയാണ്, ആയത്തുകളും ഹദീസുകളും വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഇനി ഈ ഹെഡിങ് എന്താ? ഈ ആയാത്തു സിഫാത്തി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ. എന്നിട്ട് അൽ ജംഉ ബൈനൻ നഫ്യി വൽ ഇസ്ബാത്തി ഫീ വസ്ഫിഹി തആല. നേരത്തെ പറഞ്ഞത് തന്നെ അൽ ജംഉ ബൈനൻ നഫ്യി വൽ ഇസ്ബാത്ത്. അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ല, അള്ളാഹു നിഷേധിച്ച കാര്യങ്ങളും അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളും, നഫ്യും ഇസ്ബാത്തിനും ഇടയിലുള്ള ജംഉ ഒരുമിച്ച് കൂട്ടൽ, എന്റെയും ഒരുമിച്ച് കൂട്ടൽ. ഫീ വസ്ഫിഹി തആല, അള്ളാഹുവിന്റെ വിശേഷണത്തിൽ, വസ്ഫിൽ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് നഫീനെയും ഇസ്ബാത്തിനെയും ഒരുമിച്ച് കൂട്ടൽ. അപ്പൊ ആ സിഫാത്താണ് ഇനി പറയാൻ പോകുന്നത്. സിഫാത്തിന്റെ ആയത്തുകളാണ് പറയാൻ പോകുന്നത്. ആ ആയത്തുകളിൽ എന്തുണ്ട്? ഈ പറഞ്ഞ നഫിയും ഇസ്ബാത്തും ഉണ്ട് എന്നർത്ഥം. ഇവിടെ എന്റെ കയ്യിൽ 2 പുസ്തകമുണ്ട്. ഒന്ന് ഷാനി ഫൗസാന്റെതാണ്, മറ്റേത് ഷാഹിദിന്റെതാണ്. അതിലൊന്ന് കൊടുത്ത് അൽ ഇസ്തിലാൽ വലാ ഇസ്ബാത്തി അസ്മാഇല്ലാഹി വസിഫാത്തിഹിൽ ഖുർആനിൽ, ഖുർആനിൽ നിന്ന് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും അസ്മാകളെ കുറിച്ചും അതിനെ സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് തെളിവ് പിടിക്കാൻ. അള്ളാഹ് ഏതൊക്കെ ഇസ്മുകളുണ്ട്, അള്ളാഹ് ഏതൊക്കെ സിഫത്തുണ്ട്. പിന്നെ അൽ ജംഉ ബൈനൻ നഫ്യി വൽ ഇസ്ബാത്ത് ഫീ വസ്ഫിഹി തആല, അതിലുള്ളതായി തന്നെ ഷാഹിദിന്റെ ബുക്കിലുള്ളത് അൽ ഈമാനു ബിമാ വസഫല്ലാഹു ബിഹി നഫ്സഹു ബി കിതാബിഹി. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ഗ്രന്ഥത്തിൽ എന്ത് വിശേഷിപ്പിച്ചുവോ അതിൽ വിശ്വസിക്കരുത്. അങ്ങനെ ഇപ്പം തന്നെ വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫീ സൂറത്തിൽ ഇഖ്ലാസ് അല്ലതി തഅദിലു സുലുസൽ ഖുർആൻ ഹൈസു യഖൂൽ. വഖദ് ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നർത്ഥമുണ്ട്, ഉൾപ്പെടുക എന്നും അർത്ഥമുണ്ട്. ഉള്ളിൽ കയറി തന്നെ അർത്ഥം ഉൾപ്പെട്ടു. ദഖല പ്രവേശിച്ചു, ഉള്ളിൽ കടന്നു. വഖദ് ദഖല ഉൾപ്പെടുന്നു, ഉൾപ്പെട്ടിരിക്കുന്നു. ഫീ ഹാദിഹിൽ ജുംലത്തി, എന്നാൽ വാചകം നടത്തണ്ട്, കൂട്ടം. ഇവിടെ കൂട്ടം നടത്തം. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല, ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ്. ഏത് കൂട്ടം? ഈ ഹാദിഹിൽ ജുംല എന്നാൽ എന്തിനെ പറ്റിയ പറയാൻ പോണ്? അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും. അതിലെന്തുണ്ട്? നഫിയും ഇസ്ബാത്തുണ്ട്. അപ്പൊ ആ നഫിയും ഇസ്ബാത്തുമുള്ള ജുംല ആ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. മാ വസഫല്ലാഹു ബിഹി. അപ്പൊ അങ്ങനത്തെ കുറെ ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്.
അതിൽ പെട്ടതല്ലാഹു അള്ളാഹു വിശേഷിപ്പിച്ചത് ബിഹി ആ കാര്യം കൊണ്ട് ആരെ നഫ്സഹു അവനെ തന്നെ. ഏതൊരു സംഗതി കൊണ്ട് അള്ളാഹുവിനെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നുവോ എവിടെ? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ അള്ളാഹു വിശേഷിപ്പിച്ചതെന്തോ അത് ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. ഏതുകൊണ്ട്? നബിയും ഇസ്ബാത്തുമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ശരിയല്ലേ? ഇനി സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് അല്ലത്തി തഅദിൽ, അദല യഅദിലു നേരത്തെ പറഞ്ഞു, തെറ്റുക, മാറുക, നീതി പാലിക്കുക, സമമാവുക, തുല്യമാവുക, അങ്ങനെ പല അർത്ഥത്തിൽ ഇരിക്കുന്ന വാക്കാണ്. അത് അദ്ദ. ഇവിടെ എന്താ? അല്ലത്തി തഅദിലു, ഈ സൂറത്ത് അദല എന്നത് പിന്നെ സമമാകുന്നു, തുല്യമാകുന്നു. എന്തിന്? സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 തുല്യമാണ്. ഈ സൂറത്തിൽ ഇഖ്ലാസിൽ ലത്തി തഅദിലു സുലുസ, സലാസ് എന്നാൽ 3, സുലുസ് എന്നാൽ 3/1, 4/1, ഹംസ 5, ഹുമുസ് 5/1, അതേപോലെ. അപ്പൊ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 തുല്യമായ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ ഏതൊരു കാര്യം കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചുവോ അത് ഫീ ഹാദിഹിൽ ജുംല, ഇക്കൂട്ടത്തിൽ പെട്ടതാണ്. ഈ നഫിയും ഇസ്ബാത്തുമുള്ള കൂട്ടത്തിൽ. അപ്പൊ നഫിയും ഇസ്ബാത്തുമുള്ള അടങ്ങിയിട്ടുള്ള സിഫാത്തിന്റെ ആയത്തുകളെ എണ്ണാൻ പോവാൻ. അതിൽപ്പെട്ട ആദ്യം പറയുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസാണ്. ഇനി ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയാൻ കാരണം അതിന് വേറെ പേരുള്ളതാണ് സൂറത്തു തൗഹീദ്. എന്താ ഇഖ്ലാസ് എന്നാൽ? നമ്മൾ നേരത്തെ കസ്ബത്തിലും മറ്റിലും പറഞ്ഞത് ഇഖ്ലാസ് എന്നാൽ ഇഖ്ലാസുലില്ലാ എന്നാൽ ഏതാ? ഇബാദത്തിനെ അള്ളാഹുവിന് മാത്രമാക്കുക, അതാണ് ഇവിടെ ഇഖ്ലാസ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? സൂറത്തു തൗഹീദ് എന്ന് പറഞ്ഞത്. കാരണം എന്താ? ആ സൂറത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? തൗഹീദാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇവിടെ ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 തുല്യമാണ് എന്നാണ്. ഈ സൂറത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ശ്രേഷ്ഠതയുമായി കിതാബുമായി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറയാൻ. അതിലൊരു കാര്യം ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതപ്പെട്ടതാണ്, ഇത് സുലുസുൽ ഖുർആനാണ്, ഖുർആന്റെ 1/3 തുല്യമാണ് എന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള മൊത്തം സംഗതികൾ ചില പണ്ഡിതന്മാർ പറയുന്നത് ഒന്നാമത്തെ വിഷയം ഖുർആൻ അടങ്ങിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദ്, രണ്ടാമത്തത് ഹുക്മുകൾ, വിധികൾ, എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ഖുർആനിൽ ഈ സൂത്രമല്ല, ഖുർആനിലുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ മൊത്തത്തിൽ 3 തരമാണ്. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് ഹുക്മുകളാണ്, അഹ്കാമുകൾ, വിധികൾ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്താൽ എന്തൊക്കെ കൂലി കിട്ടും, എന്തൊക്കെ പ്രവർത്തിച്ചാൽ എന്ത് ശിക്ഷ കിട്ടും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും, ചെയ്താലുണ്ടാകുന്ന പ്രതിഫലവും ശിക്ഷയും ഒക്കെ. അത് ഹുക്മുകൾ ചോദിച്ചാൽ മതി, വിധികൾ. മൂന്നാമത്തേത് പിന്നെ ഖിസസ്, കഥകൾ, ചരിത്രങ്ങൾ, മുൻ പ്രവാചകന്മാരുടെ അനുയായികളുടെ, മുൻ സമൂഹങ്ങളുടെ. അപ്പൊ പ്രവാചകന്മാർ വിശ്വസിച്ച ആളുകളും പ്രവാചകന്മാരെ എതിർത്ത ആളുകളും രണ്ടും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ 3 തരമാണ് ഖുർആനിലുള്ളത്. തൗഹീദ്, വിധികൾ, ചരിത്രങ്ങൾ. ഇവിടെ നാസർ സൈദി കൊടുത്തിട്ടുള്ളത് അതിൽ 1 വ്യത്യാസമുണ്ട്. ഒന്ന് തൗഹീദ് തന്നെ, 2 വിധികൾ, മൂന്നാമത്തത് ചരിത്രങ്ങൾ എന്ന് പറയുന്നതിന് പകരം മൂപ്പര് കൊടുത്തിട്ടുള്ളത് ഉലൂമുൽ പിന്നെ ജസാഇ അലാണ് എന്നാണ്. പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ. നിങ്ങൾ ഇത്രയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ. മറ്റൊരു വ്യത്യാസമല്ല. നമ്മൾ പറഞ്ഞെന്താ? ഒന്ന് തൗഹീദ്, അതെവിടെയും പറഞ്ഞു. പിന്നെ വിധികൾ, അതുകൂടെ പറഞ്ഞു. മറ്റേതിൽ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം. അത് ശിക്ഷയാണെങ്കിലും കൂലിയാണെങ്കിലും എല്ലാം പെടും. ഭരണത്തിലാണെങ്കിലും ദുനിയാവിലുള്ളതാണെങ്കിലും. പക്ഷെ അതിലിപ്പോ എന്തില്ല, ഒരു വൈരുദ്ധ്യം അറിയല്ല. കാരണം നേരത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രത്തിൽ എന്ത് പറയുന്നുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സ്വീകരിച്ച ആളുകൾക്ക് കിട്ടുന്ന ദുനിയാവിൽ കിട്ടിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, പരലോകത്ത് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. എതിർത്ത ആളുകൾക്ക് ദുനിയാവ് കിട്ടിയ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ എമ്പാട് പറഞ്ഞിട്ടുണ്ട്. ഈ പരലോകത്തരത്ത് ഉണ്ടാകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചരിത്രം പറയാൻ
പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിച്ചവർക്ക് കിട്ടിയ കാര്യങ്ങളും എതിർത്ത ആളുകൾ കിട്ടിയ കാര്യങ്ങളാണ്. രണ്ടും പദത്തിലെ വ്യത്യാസമുള്ളൂ, ആശയത്തിൽ രണ്ടും ഒന്നാണ്. അപ്പോ മൊത്തത്തിൽ 3 കാര്യങ്ങളാണ്. അപ്പൊ ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന് പറഞ്ഞാലും എന്ത് പെടും? മാസം പെടും, പ്രതിഫലം പെടും. അപ്പോ ഈ 3 സംഗതികൾ അതിൽക്കൂടെ ഖുർആാനിന്റെ 1/3 ഈ സൂറത്ത് തുല്യമാകുന്നു എന്ന് പറയാൻ കാരണം എന്താ? 3 വിഷയത്തിൽ ഒരു വിഷയം എന്താ? തൗഹീദാണ്. ഈ സൂറത്ത് പറഞ്ഞിട്ടുള്ള വിഷയം മുഴുവൻ എന്താണ്? തൗഹീദാണ്. ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ തന്നെ എന്ത് മനസ്സിലാക്കാം? അള്ളാഹു ആരാണ്, അള്ളാഹുവിൽ എന്തുണ്ട് എന്നില്ല, നബിയും ഇസ്ബാത്തും വന്നിട്ടുണ്ട്. അത് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? തൗഹീദ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തൗഹീദ് അതിനുള്ള സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ 3 വിഷയങ്ങളിൽ ഒന്നായ തൗഹീദിന്റെ രക്തചുരുക്കം, അതിന്റെ കാമ്പ് സൂറത്തിലുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിലുണ്ട്. അപ്പൊ എന്താ ഈ 3 വിഷയത്തിൽ ഒരു വിഷയം മുഴുവൻ എവിടെ നിന്ന് കിട്ടി? സൂറത്തുൽ ഇഖ്ലാസ് കിട്ടി. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 തുല്യമാണ് എന്ന് പറയുന്നത്. ഇനി അതൊരു വ്യാഖ്യാനം മാത്രമല്ല, ഒരുപാട് ഹദീസുകളിൽ ഈ വിഷയങ്ങൾ വന്നത് കാണാം. പിന്നെ ഈ എന്ന് നേർക്കുനേരെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഖുർആന്റെ 1/3 രാത്രി പാരായണം ചെയ്യാൻ കഴിയുമോ എന്ന് നബി പല തവണ പല ആളുകളോട് ചോദിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. 1, 2, 3 റിവായത്തുകളല്ല. അപ്പൊ അതിന് ചോദിച്ചാൽ അത് എങ്ങനെ സാധിക്കും എന്ന് സാധനം ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞെടുക്കുക, നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അതെന്താണ്? ഖുർആന്റെ 1/3 തുല്യമാണ് എന്നുണ്ട്. ഇവിടെ സാലിഹ് ഫൗസാന്റെ പുസ്തകത്തിൽ ഒരു ഹദീസുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സമിഅ റജുലൻ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ്. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരാള് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നതായി കേട്ടു രാത്രി. ഇയാളല്ല ഓതി, ഒരാള് വേറൊരാൾ ഓതുന്ന കേൾക്കാൻ. അയാൾ എന്താ ഓതുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് യുറദ്ദിദുഹാ. ഈ സൂറത്ത് തന്നെ അയാളിങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നു. ഒരു വട്ടമല്ല, പല തവണ ഈ സൂറത്ത് തന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കേട്ട ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫദക്കറ ലഹു ദാലിക, എന്നിട്ട് ഇയാൾ കേട്ട കാര്യം നബിയോട് പറഞ്ഞു. ഇങ്ങനെ ഒരാള് ആവർത്തിച്ച് രാത്രി എന്ത് ചെയ്യുന്നു? സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുന്നു എന്ന് നബിയോട് വിവരം പറഞ്ഞു. വകഅന്ന റജുല യതഖാല്ലുഹാ, ഇയാളത് പറയണത് എന്താണ്? ഇയാളുടെ സംസാരം കേട്ടാൽ എന്ത് തോന്നും? അയാൾ യതഖാല്ലുഹ, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നതിനെ അദ്ദേഹം ചെറുതായി കാണുന്നത് പോലെയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ സൂറത്ത് മാത്രം ഇങ്ങനെ അയാൾ ഓതിക്കൊണ്ടിരിക്കുന്നു. തഖാല അരിയനർത്ഥം കുറച്ച്, തഖാലാൽ കുറച്ചായി കാണുന്നർത്ഥം. അപ്പൊ അതിനത് കുറവായി കണ്ടു ഇയാൾ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. ഇന്നഹാ ലതഅദിലു തുൽസൽ ഖുർആൻ, ഈ സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ടിവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ സൂറത്ത് ഖുർആനിന്റെ 1/3 തുല്യമാണ് എന്ന ആശയത്തിലുള്ള ഹദീസുകൾ 1, 2, 3 അത് മുത്തവാത്തിറിന്റെ പദവിയിലേക്ക് ഉയരാൻ മാത്രം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മുത്തവാത്തിറിനർത്ഥം ഒരു സംഘം ആളുകൾ നബിയിൽ നിന്ന് കേട്ട് ആ സംഘം അടുത്ത സംഘത്തിന്, ഇപ്പം സംഘമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഹദീസ്. അതിനാണ് എന്താ പറയാ? മുത്തവാത്തിർ എന്ന് പറയുന്നത്. അപ്പൊ ആ മുത്തവാത്തിറിന്റെ പദവിയിൽ എത്താൻ മാത്രം ഈ വിഷയത്തിൽ ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു. അതുപോലെ അപ്പൊ അതിലൊരു ഹദീസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വേറെ സഹാബി പിന്നെ നമസ്കാരത്തിൽ എല്ലാ നമസ്കാരത്തിലും ഈ സൂറത്ത് ഓതും. എന്നിട്ട് പിന്നെ ഇഖ്ലാസ് ഓതിയാൽ എന്ത് ചെയ്യാൻ? വേറെ സൂറത്തുക. ഇതൊക്കെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ഓതുന്നുണ്ട്, അയാൾ പറഞ്ഞിട്ട് ആൾ കേൾക്കില്ല, ഈ ഒന്നുകിൽ മാത്രമല്ല അല്ലെങ്കിൽ മറ്റേ ഓദിക്കോ എന്നുണ്ട്, ആൾ കൂട്ടാക്കില്ല എന്നുണ്ട്. നബിനോട് ഇതും പല ആളുകളെ കുറിച്ചും പല റിവായത്തിലും ഹദീസുകളിൽ കാണാം. അപ്പൊ നബി ചോദിച്ച ആളോട് എന്താണ്? അപ്പൊ ആൾ പറഞ്ഞു, ഞാൻ ഈ സൂറത്ത് ഇഷ്ടപ്പെടുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ, ഈ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം അത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് പറയാനുള്ള ഈ സൂറത്തിന്റെ മഹത്വമാണ്. അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകില്ല. ഇവിടെ പറഞ്ഞു തഅദീലു സുലുസൽ ഖുർആൻ എന്ന് പറയാൻ കാരണം എന്ത്? നേരത്തെ പറഞ്ഞു 3 വിഷയങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ്.
ആ തൗഹീദ് ഈ സൂറത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തിന് ഇഖ്ലാസ് അല്ലെങ്കിൽ തൗഹീദ് എന്ന് പേര് വരാൻ കാരണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളും. അപ്പൊ ആ സൂറത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്ന നിലക്ക്, ഹൈഫ് എന്ന് പറഞ്ഞാൽ സ്ഥിതി, നില, അവസ്ഥ എന്നൊക്കെ അർത്ഥം. ഹൈഫ് യഖൂൽ, ഈ സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമായത് എന്തുകൊണ്ടാണ്? ഹൈഫ് യഖൂലു, അള്ളാഹു പറയുന്ന നിലക്ക് ഈ സൂറത്തിലൂടെ എങ്ങനെ പറയുന്നു, അതുകൊണ്ടാണ് സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമായത്. എന്താ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പിന്നെ അപ്പൊ നമുക്ക് അറിയാമല്ലേ? നബിയെ പറയുക. പിന്നെ നബിനോട് പറയാൻ അള്ളാന്റെ കൽപ്പനയാണ്. കുൽ, നീ പറയുക. അവിടെ നബിനോട് പറയാൻ പറയുന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഖുർആൻ മുഹമ്മദ് നബിയുടെ വാചകമല്ല. നബിന്റെ വാചകമെങ്കിൽ വേറൊരാൾ നീ പറയുന്നുണ്ടല്ലോ, നബിയെ പറഞ്ഞാൽ പോലെ. അപ്പൊ നബിനോട് കുൽ, നീ പറയൂ എന്ന് പറയുമ്പോൾ ഇത് നബിന്റെ വാചകമല്ല, ആരുടെ വാചകമാണ്? അള്ളാഹുവിന്റെ വാക്കാണ് എന്നതിൽ മനസ്സിലാക്കാം. അപ്പൊ കുൽ എന്നാൽ കുൽ യാ മുഹമ്മദ് എന്നർത്ഥം. മുഹമ്മദേ നീ പറയുക. എന്താ പറയേണ്ടത്? ഹുവ, അത്. കുൽ, നീ പറയുക. എന്നിട്ട് ഹുവ, അത്. ഏത്? എന്താ പറയേണ്ടത്? പറയേണ്ട കാര്യം. ഹുവ, അത്. മനസ്സിലേ? കുൽ, നീ പറയുക. ഹുവ, അത്. അതായത് എന്താ പറയേണ്ടത്? ആ പറയേണ്ട കാര്യം അല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, അല്ലാഹു ഏകനാണ് എന്ന കാര്യമാണ് നീ പറയേണ്ടത്. അത് അതെന്നും പറയാ, അവനും പറയാ. കുൽ ഹുവല്ലാഹു അഹദ്, കുൽ നബിയെ പറയുക. ഹുവ, അവൻ. അല്ലാഹു, അല്ലാഹു അഹദ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ അധികം ഒപ്പത്തിച്ച് പറയുന്നത് അവിടെ ഹുവ എന്നാൽ അവിടെ ആ ഷെഹിനാൻ. എന്താണ് പറയേണ്ടത്? ഹുവ, അത്. പറയേണ്ട കാര്യം അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ് എന്നതാണ് നീ പറയേണ്ട കാര്യം. അല്ല, ഹുവ എന്നാൽ അവൻ എന്നും ആളെ കുറിച്ചും പറയാ, അത്. അപ്പൊ ഇവിടെ ഹുവ എന്നാൽ അത്. ഏത്? കുൽ, നീ പറയൂ. എന്താ പറയേണ്ടത്? ഹുവ, പറയേണ്ട കാര്യം എന്താ? അല്ലാഹു അഹദ് എന്ന കാര്യമാണ് നീ പറയേണ്ടത്. അപ്പൊ ആ പറയേണ്ട വിഷയം, ആ ഷെഹിൻ, ആ കാര്യം സൂചിപ്പിക്കുന്നത് ഇവിടെ ഹുവ എന്ന് ഉപയോഗിക്കുന്നത്. അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, ഒരുവനാണ് എന്ന് നീ പറയുക. അപ്പൊ അല്ലാഹു ഒരുവനാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന് സമനില്ല, തുല്യമില്ല, പേരൊത്തവനില്ല, അള്ളാഹുവിനെ പോലെ വേർന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താവും? അള്ളാഹു അഹദാന്ന് പറയാൻ പറ്റില്ല, അള്ളാഹു രണ്ടാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യനായോ സമനായോ പിന്നെ സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നതോ ഒരുപോലെയുള്ളതോ ആയി പേരത്തവനായി ആരുമില്ല. അള്ളാഹു അഹദാൻ, ഒരുവനാണ്. അപ്പൊ അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞാൽ അതിനെന്ത് കിട്ടി? അതിന്റെ വിപരീതം എന്താ? ഇവിടെ ഇസ്ബാത്താണ്. അള്ളാഹു ഒരുവനാണ് എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്തുള്ള സംഗതി എന്താ? നബി എന്താണ്? അള്ളാഹുവിന് വേറൊരു കൂട്ടുകാരനില്ല, ഇണയില്ല, അല്ലെ? സഹായിക്കാൻ വേറൊരാളില്ല, പങ്കായി വേറല്ല. അപ്പൊ അവിടെ ചെയ്യുന്നുണ്ട്, നബി എഴുതുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇസ്ബാത്തുകൾ എന്തിനാണ്? അതിന്റെ വിപരീതമല്ല എന്ന് പറയാനാണ്. നബി എന്തിനാണ്? അതിന്റെ വിപരീതം ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. അപ്പോൾ അള്ളാഹു ഒരുവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു രണ്ടല്ല. അള്ളാഹുവിന് വേറെ കൂട്ടുകാരോ പങ്കുകാരോ സഹായിയോ ഇണയോ തുണയോ ഒന്നുമില്ല. പിന്നെ അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വമദാൻ. സ്വമദിന് സാധാരണ നമ്മൾ എന്താ പറയല്? അള്ളാഹു നിരാശ്രയൻ എന്ന് പറയും. നിരാശ്രയൻ എന്നാണ് സാധാരണമായി നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ശരിക്ക് സ്വമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളത്. സ്വമദ എന്ന് പറഞ്ഞാൽ കസദ എന്ന അർത്ഥം. സ്വമദ എന്ന് പറഞ്ഞാൽ കസദ, ലക്ഷ്യം വെച്ചു, ഉദ്ദേശിച്ചു, ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. കസദ, കസദാന്തം ലക്ഷ്യം, കസദ ലക്ഷ്യം വെച്ചു. അപ്പൊ അള്ളാഹു സമദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല, മറിച്ച് എല്ലാവർക്കും ആവശ്യമുണ്ട്, അള്ളാഹുവിന് ആവശ്യമുണ്ട്. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം അള്ളാഹു സമദ എന്നപ്പോ ഖുറാനിൽ സമദിയത്ത് വായിച്ചില്ലേ? സമദാന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പരിചയപ്പെടുന്നത് അള്ളാഹു സമദാണ്. അള്ളാഹുവിന് ഇങ്ങോട്ട് ആരെയും ആവശ്യമില്ല, എല്ലാവർക്കും ആരാവശ്യമുണ്ട്? അള്ളാഹുവിന് ആവശ്യമുണ്ട്.
അൽ മഖ്സൂദു ഇലൈഹി, ഇത് തഫ്സീർ ബൈളാവിൽ അടക്കം കൊടുത്തുകയാണ്. അസ്സമദ് എന്നാൽ അൽ മഖ്സൂദു ഇലൈഹി, ഉദ്ദേശിച്ച് ചെല്ലപ്പെടുന്നവൻ, ലക്ഷ്യം വെക്കപ്പെടുന്നവൻ. അതായത് സൃഷ്ടികൾ മുഴുവൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? അള്ളാഹുവിനെയാണ്. അപ്പൊ എല്ലാവർക്കും ആശ്രയമായി ഉള്ളവൻ, അതാണ് അസ്സമദ്. പല സഹാബികളിൽ നിന്നടക്കം വിശദീകരിക്കപ്പെടുന്ന അർത്ഥം അസ്സയ്യിദ് എന്നാണ്. അസ്സമദ് എന്നാൽ അസ്സയ്യിദ് അല്ലദീ കമുല ഫീ സുഖ്ദതിഹി വഅലമതിഹി വശറഫിഹി എന്നൊക്കെ കാണാം. അസ്സയ്യിദുല്ലദീ കമുല, സയ്യിദ് എന്നാൽ നേതാവ്, അല്ലദീ കമുല സാധാരണ നേതാവല്ല, നമ്മൾ പറയാൻ സയ്യിദെന്നറിയാം അല്ലേ. എന്നാൽ അള്ളാഹു സയ്യിദാണ്. അള്ളാഹുവിന്റെ ഹിയാദത്ത്, നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീ കമുല, അത് പൂർണ്ണമാണ്, പരിപൂർണമാണ്, യാതൊരു കുറവും അതിനകത്തില്ല. അപ്പൊ പരിപൂർണമായ നേതൃത്വമുള്ളവൻ, നേതാവ്, അതാണ് എന്ത്? അസ്സയ്യിദ്. അങ്ങനെ നേതാവാകാൻ പറ്റിയ ആർക്കേ ഉള്ളൂ? സ്വയം എല്ലാറ്റിനും കഴിവുള്ള, ആരെയും ആശ്രയിക്കേണ്ടാത്ത, എല്ലാവർക്കും ആശ്രയമാവേണ്ടുന്ന ഒരുത്തൻ, അവനെ എന്താവുള്ളൂ? പൂർണ്ണനാകുള്ളൂ. അത്തരം ഒരാളെ പരിപൂർണ നേതാവുള്ളൂ. അതുകൊണ്ടാണ് അസ്സയ്യിദുല്ലദീ കമുല ഫീ സുഖ്ദതിഹി, സുഖ്ദത് എന്നാൽ നേതൃത്വം, വശറഫിഹി, ശറഫ് മാന്യത, വളർത്തിഹി മഹത്വം. അപ്പൊ മഹത്വം, നേതൃത്വം, മാന്യത എന്നതിലൊക്കെ പൂർണ്ണനായ നേതാവ്, അതാണ് സമദ് എന്നതിന്റെ മറ്റൊരർത്ഥം. ഇത് സഹാബികളിൽ നിന്നടക്കം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അർത്ഥമാണ്. അപ്പൊ രണ്ടും പറയാം. അർത്ഥം എന്താണ്? ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. ഇനി സലഫുകളുടെ വിശദീകരണം നോക്കുമ്പോ അല്ലാഹു സമദ്, സമദാൻ എന്നാൽ അള്ളാഹു നേതാവാണ്. കാരണം അള്ളാഹു എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ്. അപ്പൊ എന്താ അതിന്റെ പേരിലെന്താ? അള്ളാഹു സമദാനാൽ അള്ളാഹുവിന് ഒരാൾക്കും മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു സമദാനാൽ അള്ളാഹുവിന് വേറൊരാളെയും ആശ്രയിക്കേണ്ടതില്ല. ആശ്രയിക്കേണ്ടി വന്നാൽ അതെന്തായി? ന്യൂനതയായി. അപ്പൊ അള്ളാഹുവിനെ ആശ്രയിക്കുക, മറ്റൊരാൾ സഹായം തേടുക, സ്വീകരിക്കുക എന്നൊരു ന്യൂനത അള്ളാഹുവിനില്ല. പിന്നെ അള്ളാഹുവിന് യാതൊരു കുറവില്ലാത്തതുകൊണ്ടാണ് അള്ളാഹു എന്തായാലും പൂർണ്ണനായ നേതാവാണ് എന്ന് പറയുമ്പോ യാതൊരു ന്യൂനതയും കുറവുമില്ലാത്ത ആളാണ്. പിന്നെ ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലദ യലിദു അർത്ഥം. ബാപ്പക്ക് വാലിദ് അറിയും, ഉമ്മക്ക് വാലിദത്ത് എന്ന് പറയും. ബാപ്പക്ക് ഉമ്മക്ക് മാതാപിതാക്കൾ എന്നുള്ളതിന് വാലിദാനി എന്ന് പറയും. മാതാപിതാക്കൾ, വാലിദാനി, ജന്മം നൽകിയവർ, മാതാവും പിതാവും. വലദ എന്ന വാക്കിനർത്ഥം ജന്മം നൽകി, പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലിദ എന്നാൽ ജനിച്ചു, പ്രസവിക്കപ്പെട്ടു എന്നാണ്. പ്രസവിക്കപ്പെടുക എന്നാൽ ജനിച്ചു. അപ്പൊ വലദ എലിദു എന്നാൽ പ്രസവിച്ചു അല്ലെങ്കിൽ ജന്മം നൽകി. ഉമ്മ പ്രസവിക്കുന്നു, അതുകൊണ്ടാണ് ഉമ്മ വാലിദായത്. വാപ്പ ജന്മം നൽകുന്നു, അതുകൊണ്ടാണ് വാപ്പ വാലിദായത്. അതുകൊണ്ടാണ് വാലിദാനി എന്ന് പറയുന്നത്, മാതാവും പിതാവും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ? ലം യലിദ്, വലദ യലിദു, ജന്മം നൽകി. ലം യലിദ്, അള്ളാഹു ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ആരും അള്ളാഹുവിന്റെ മക്കളല്ല. അപ്പൊ മറ്റ് വേദങ്ങളിലും അതുപോലെ തന്നെ ആളുകളുടെ സംസാരത്തിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിന് എന്തില്ല? മക്കളില്ല. ആലങ്കാരികമായി പോലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിന് എന്റെ സൃഷ്ടികളും അടിമകളുമാണ്. അപ്പൊ ലം യലിദ്, അള്ളാഹു ജന്മം നൽകിയിട്ടില്ല എന്നാ അള്ളാഹു ആരുടെയും ആരല്ല? വാപ്പയല്ല. വാപ്പ ഉണ്ട് എന്ന് വന്നാൽ അള്ളാഹു വാപ്പയാണ്. അള്ളാഹു മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് വന്നാൽ എന്ത് വരും? ആദ്യം പറഞ്ഞ അള്ളാഹു അഹദാണ് എന്നത് പോകും. കാരണം എന്താ? നമ്മളെ ഇപ്പൊ നബിന്റെ ഹദീസ് തന്നെ കാണാം, നമ്മുടെ മക്കൾ നമ്മുടെ കസ്ബാൻ, മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ഇതിലല്ലേ? അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം കിട്ടുന്നത്. പരലോകത്ത് വരെ രണ്ടാളും വിശ്വാസികളാണെങ്കിൽ ഉപകാരപ്പെടുന്നത് അല്ലേ? അപ്പോ ഇപ്പൊ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനല്ല എന്ന് വരും. കാരണം എന്താ? അള്ളാഹു രണ്ടായി, അള്ളാഹു അംശിക്കപ്പെട്ടു, ഭാഗിക്കപ്പെട്ടു. അപ്പൊ അള്ളാഹുവിന് വേറൊരു ഭാഗം ഉണ്ടായി. ആ ഭാഗമാണ് ആര്? മകൻ. അപ്പൊ എന്തായി? അള്ളാഹു അഹദല്ല, അള്ളാഹുവിൽ നിന്ന് വേറൊരു ഭാഗം ഉണ്ടായി, ഒരംശമുണ്ടായി, അതാണ് എന്ത്? മകൻ. അപ്പൊ അഹദല്ല എന്ന് വരും. ഇതുകൊണ്ടാണ്
ക്രിസ്ത്യാനികൾ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നിടത്ത് അവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിടത്ത് കാണാം അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അതിന്റെ ഇടയിൽ കൊണ്ടിട്ട് ഏകനാന്ന് പറഞ്ഞ്? എന്തിനാ? മക്കളുണ്ടെന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹു ഭാഗിക്കപ്പെട്ടു, അംശിക്കപ്പെട്ടു. അപ്പൊ എന്തായി? അള്ളാഹു ഏകനല്ല എന്ന് വരും. നിങ്ങൾ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹു ഏകനാവുകയില്ല. നിങ്ങൾ പറയുന്നതല്ല ശരി. അള്ളാഹു ആരാണ്? ഏകനാണ് എന്ന് അതിന്റെ ഇടയിൽ പല ആയത്തുകളിലും കാണാം. അപ്പൊ എല്ലാം അവൻ ജന്മം നൽകിയിട്ടില്ല. ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജന്മം നൽകിയാൽ എന്തായി? രണ്ടായി. അപ്പൊ ഏകനല്ല എന്ന് വരും. ഇനി വലം യൂലദ്, വലത ഇതു, അതിന്റെ മജ്ഹൂല് യൂലതു, വല എഴുതു, അതിന്റെ മജ്ഹൂലാക്കുമ്പോ എന്താ? യൂലതു. വല വെച്ചു അല്ലെങ്കിൽ പ്രസവിച്ചു, യളാവു വെക്കുന്നു, യൂളാവു വെക്കപ്പെടുന്നു, യഖ്തുലു കൊല്ലുന്നു, യുഖ്തലു കൊല്ലപ്പെടുന്നു, യദ്രിബു അടിക്കുന്നു, യുദ്റബു അടിക്കപ്പെടുന്നു. അപ്പോൾ യൂലതു ജനിപ്പിക്കപ്പെടുന്നു. ലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടില്ല. ലം എന്നാലും ഭൂതകാലത്തെ ശരിച്ചില്ല. ഉള്ളതിനും കൂടെ ചേർന്നാൽ ലം ചേർന്നാൽ എന്താവും? യൂലെന്നുള്ള ശരിക്കും ജനിപ്പിക്കപ്പെടുന്നു എന്നാണ്. അതിന്റെ കൂടെ ലം ചേർത്താൽ ജനിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ജനിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നായി. അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പറഞ്ഞാൽ അവൻ ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു ജനിപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം അള്ളാഹുവിനെ വേറെ ആരോ ജന്മം നൽകിയതല്ല, ഒരു വാപ്പുണ്ടാക്കിയതല്ല, ഒരു ഉമ്മ പ്രസവിച്ചുവല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരുടെയും സന്താനമല്ല. അള്ളാഹുവിന് മാതാവോ പിതാവോ ഇല്ല. അപ്പൊ ലം യലിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരുടെയും പിതാവല്ല. വലം യൂലദ് എന്നാൽ അള്ളാഹുവിന് മാതാവോ പിതാവോ ഇല്ല. ആ മാതാവും പിതാവും ഇല്ലാത്തവൻ, മറ്റാരുടെയും മാതാവും പിതാവും അല്ലാത്തവൻ. ഇത് രണ്ടു വന്നാലും അള്ളാഹു മറ്റൊരാൾ ജന്മം നൽകിയതാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താവും? വേറൊരാളുടെ ഭാഗമായി. അപ്പോൾ അള്ളാഹു അഹദല്ല എന്ന് വരും. മനസ്സിലല്ലേ? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അഹദല്ലാതാകുന്നത് പോലെ അള്ളാഹു വേറൊരു വാപ്പന്റെ മകനാണ് അല്ലെങ്കിൽ വേറെ ഉമ്മന്റെ മകനാണ് എന്ന് പറയുമ്പോൾ എന്തായി? അതിന്റെ ഭാഗമായി. അപ്പോൾ എന്ത് നഷ്ടപ്പെടും? അഹദ് എന്ന് നഷ്ടപ്പെടും. അപ്പൊ അതില്ല. ഇനി ഇവിടെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു പറയാത്ത കാര്യങ്ങൾ യഖൂലൂന മാലാ യഅലമൂൻ, അവർക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞു. ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ മുശ്രിക്കുകൾക്കുമുള്ള മറുപടി കൂടിയാണ് ഈ ആയത്ത്. അതെന്താ? ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹു ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്. അപ്പൊ എന്തായി? അള്ളാഹു ജന്മം നൽകിയെന്ന് വരും. പിന്നെ ജൂതന്മാർ പറഞ്ഞു ഉസൈർ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ഉസൈർ എന്താണ്? അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാരും വിശ്വസിച്ചിരുന്നു? ജൂതന്മാർ വിശ്വസിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇവർക്ക് മൂന്ന് കൂട്ടർക്കുള്ള മറുപടിയാണ് എന്ത്? ലം യലിദ് എന്ന് പറയുന്നത്. അപ്പൊ വലം യൂലദ് രണ്ടുമില്ല. അപ്പൊ അള്ളാഹുവിന് ഇണയില്ല, തുണയില്ല, ബാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല. അള്ളാഹു അഹദ് ഏകനാണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ കാന ഉണ്ടായി, യകൂനു ഉണ്ടാകുന്നു, ലം യകുൻ ഉണ്ടായിട്ടില്ല, വലം യകുൻ ഉണ്ടായിട്ടില്ല, ലഹു അവന്, കുഫുവൻ നേരത്തെ വന്നു ഏതാ? അപ്പുറത്ത് വായിച്ച് ലാ കുഫുവ വല അനിദ്ദ എന്നിട്ട് അപ്പുറത്ത് വായിച്ചില്ലേ? എന്താണ്? തുല്യനായി ആരുമില്ല. അഹദുൻ ഒരാളും. വലം യകുൻ ലഹു ഉണ്ടായിട്ടില്ല, ലഹു അവന്, കുഫുവൻ തുല്യനായി ഉണ്ടായിട്ടില്ല, അഹദുൻ ഒരാളും. അപ്പൊ അള്ളാഹുവിനെ പോലെ കാണാനോ കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ സഹായിക്കാനോ ആശ്രയിക്കാനോ പറ്റുന്ന ഒരാളുമില്ല. അപ്പോൾ ആരും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. അപ്പൊ അള്ളാഹു എല്ലാവരെക്കാളും എന്താണ്? പിന്നെ പറ്റാത്ത, ഉദാഹരിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഇസ്ബാത്ത് അവിടെ വരുന്നു. ഈ പറഞ്ഞതിലൊക്കെ എന്ത് വന്നു? അപ്പോ നഫിയും വന്നു, ഇസ്ബാത്തും വന്നു. ഇവിടെ ഈ സൂറത്ത് കൊടുത്തതല്ല എന്തിന്?
അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ എന്തുണ്ട്? നഫിയുമുണ്ട്, ഇബാദത്തുണ്ട്. അവിടെ ഒന്ന് പറയാ, കുൽ നബിയെ പറയുക, കുൽ അത്, അതായത് പറയേണ്ട കാര്യം അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു അല്ല, അള്ളാഹു അസമദ്, അള്ളാഹു പൂർണ്ണനായ നേതാവാണ്, അല്ലെങ്കിൽ അള്ളാഹു എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്. ലം യലിദ് അവൻ ജന്മം നൽകിയിട്ടില്ല, വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, വലം യകുൻ ലഹു അവൻ ഉണ്ടായിട്ടില്ല കുഫുവൻ തുല്യനായി അഹദുൻ ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല. വമാ വസഫ ബിഹി നഫ്സഹു ഫീ അഅലമി ആയത്തിൻ മിൻ കിതാബി. വമാ ഒന്നും, വസഫ വർണ്ണിച്ചിരിക്കുന്നു, ബിഹി അതുകൊണ്ട്, നഫ്സഹു അള്ളാഹുവിനെ തന്നെ, വമാ വസഫ ബിഹി നഫ്സഹു അള്ളാഹു, അവസാനത്തെ കൊണ്ട് വായിച്ചതിന്റെ അവസാനത്തെ അർത്ഥം പറയുന്നത് ഹു എന്ന അള്ളാഹു, അള്ളാഹു നഫ്സ അവനെ, അള്ളാഹു അവനെ, ബിഹി ഏതുകൊണ്ട്, വസഫ വിശേഷിപ്പിച്ചിരിക്കുന്നുവോ, മ അക്കാര്യവും, അള്ളാഹു അവനെ ഏത് കാര്യം വിശേഷിപ്പിച്ചിരിക്കുന്നുവോ അക്കാര്യവും. എവിടെ വിശേഷിപ്പിച്ചത്? ഫീ അഅലമി ആയത്തിൻ, അഅലമു ആയ, അളീനർത്ഥം മഹത്തായ, അതുകൊണ്ട് ഏറ്റവും മഹത്വരമായ, അഅലമു ആയത്തിൻ ഏറ്റവും മഹത്തായ ആയത്തിലൂടെ, ഫീ കിതാബിഹി അവന്റെ ഗ്രന്ഥത്തിൽ, അതായത് ഖുർആനിൽ, കിതാബില്ല ആയിക്കോട്ടെ, ഫീ കിതാബിഹി അല്ലെങ്കിൽ ഫീ കിതാബില്ല, അള്ളാഹു തന്റെ ഗ്രന്ഥത്തിൽ ഖുർആനിലൂടെ അഅലമു ആയ ഏറ്റവും മഹത്വരമായ ആയത്തിൽ അവനെ ഏതൊരു കാര്യം കൊണ്ട് വിശേഷിപ്പിച്ചുവോ അക്കാര്യവും എന്ന് പറഞ്ഞാൽ ബാക്കി എന്താ? അവിടെ തീർന്നോ? തീർന്ന്. ഇതിന്റെ ബന്ധം എങ്ങോട്ടാ? നേരത്തെ അപ്പുറത്ത് വായിച്ചതിനോടാ. അതേതാ? ഏതാ പറയുന്നത്? വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല, അങ്ങോട്ട് കൂട്ടണ്ടി. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല, നഫിയും ഇസ്ബാത്തുമുള്ള ആയത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഏത്? മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫീ സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആന്റെ 3-1 തുല്യമായ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതും, വമാ വസഫ ബിഹി നഫ്സഹു ഫീ അഅലമി ആയത്തിൻ ഫീ കിതാബില്ലാഹ് അള്ളാഹുവിന്റെ ഖുർആനിലെ അഅലമു ആയത്തിലൂടെ അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതും. എന്നാൽ മറ്റൊരു തുടർച്ചയാണ്. സൂറത്തുൽ ഇഖ്ലാസ് പറഞ്ഞതും എന്താണ്? നഫിയും ഇസ്ബാത്തുമുള്ള സംഗതിയാണ്. അഅലമു ആയത്തിൽ അള്ളാഹു പറഞ്ഞതും എന്താണ്? നഫിയും ഇസ്ബാത്തുമുള്ള സംഗതിയാണ്. ഇതിലല്ലേ വഖദ് ദഖല എന്നുള്ളതിനോട് ചേർത്തിട്ടാണ്. ഹൈസു യഖൂലു അള്ളാഹു പറഞ്ഞ നിലക്ക്, ഹൈസു നിലയിൽ, സ്ഥിതിയിൽ, അവസ്ഥയിൽ, ഹൈസു യഖൂലു അള്ളാഹു ആ ആയത്തിലൂടെ പറയുന്ന നിലക്ക്. ഇനി ഇവിടെ അഅലമു ആയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഅലമു ആയ ആയത്തുൽ കുർസിയാണ് അഅലമു ആയ എന്ന് പറയുന്നത്. അഅലമു സൂറ എന്നതോ മഹത്തരമായ സൂറ, സൂറത്തുൽ ഫാത്തിഹ. അഅലമു സൂറ സൂറത്തുൽ ഫാത്തിഹ, അഅലമു ആയ ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ. ചില ഹദീസുകൾ ഈ വിഷയത്തിൽ അഅലമു ആയ എന്നുള്ളതിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അൻ ഉബയ്യ് ബിൻ ഖഅബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൽ മുൻദിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ മുൻദിറെ, അബുൽ മുൻദിർ എന്നുള്ളത് ഉബയ്യ് ബിൻ ഖഅബിനെ വിളിക്കാൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താൻ, അബുൽ മുൻദിറെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രി നിനക്കറിയുമോ, അയ്യതു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നിന്റെ കൂടെയുള്ള ആയത്തുകളിൽ, എന്നാൽ നീ മനസ്സിലാക്കിയ നിനക്ക് കിട്ടിയിട്ടുള്ള ആയത്തുകളിൽ നിന്ന് ഏത് ആയത്താണ് അഅലം ഏറ്റവും എന്ന് നിനക്കറിയുമോ? ആരോടെ ഇങ്ങനെ? ഉബയ്യ് ബിൻ ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. ഖാല ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, അപ്പോൾ ഇയാൾ പറഞ്ഞു അള്ളാഹുവും റസൂലുമാണ് ആ കാര്യത്തെ കുറിച്ച് ഏറ്റവും അറിയുക. ഖാല യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിനോട് ചോദിച്ചു, എന്റെ കൂടെയുള്ള ഖുർആന്റെ ആയത്തുകളിൽ ഏതാണ് അഅലമു ആയ? ഖുൽതു
ഖാല അദ്ദേഹം എന്ന ആയത്ത് ഞാൻ ഓടിക്കൊടുത്തു. ഇതിന്റെ പദവ്യത്യാസത്തോടു കൂടി വേറെ റിപ്പോർട്ടുകളാണ്. നമുക്ക് അതൊന്നും മതി. മുസ്ലിം മുദ്ദന്റെ ഹദീസാണ്. അപ്പൊ ആരാണ് ചോദിക്കുന്നത്? ഉബയ്യിബ് കഅബിനോട്. ഉബയ്യിബിന് കഅബാണ് എന്ന് പറയുന്നത് ഈ ആയത്ത് അഅലമു ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ ആയത്താണ്. അപ്പൊ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണെന്ത്? ആയത്തുൽ കുർസി. അങ്ങനെ ആവാൻ കാരണം എന്താ? സൂറത്തുൽ ഇഖ്ലാസ് പോലെ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിലൊന്നും തുല്യാന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? തൗഹീദിനോണ്ടാണ്. അതുപോലെ ഇവിടെ ഇതിലും പറയുന്നത് എന്താണ്? അള്ളാഹു ആരാണ്, എന്താണ്, അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന് പരിചയപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈ ആയത്ത് അഅലമു ആയത്ത്. കാരണം വിഷയത്തിൽ ഏറ്റവും വലിയ വിഷയം എന്താ? തൗഹീദാണ്. അപ്പൊ ആ വിഷയം പറഞ്ഞ സൂറത്തും ആയത്തും എന്തായി? ഏറ്റവും ശ്രേഷ്ഠമായതായി തീർന്നു. അതോ ഇനി സൂറത്തിന്റെ പ്രത്യേകത നേരത്തെ ഈ ആയത്തിന്റെ പ്രത്യേകത നേരത്തെ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോ രാത്രി ഉറങ്ങാൻ നേരത്തെ ചെല്ലുന്നത്, അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം ഈ സൂറത്ത് ഈ ആയത്ത് പാരായണം ചെയ്യുക. അങ്ങനെ ഒരുത്തൻ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിലിടയ്ക്ക് തടസ്സമായി എന്തേ ഉള്ളൂന്നാണെങ്കിൽ പറഞ്ഞത്? മരണം മാത്രമേ ഉള്ളൂന്നാണ്. മരിച്ചാൽ പിന്നെ നേരെ അവർക്ക് സ്വർഗത്തിലെത്താം. അപ്പോ ഇതൊക്കെ നമ്മൾ ശീലാക്കേണ്ടതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതൊക്കെ നമ്മൾ വിശദമായ പഠനം തഫ്സീർ വെച്ചിട്ട് പഠിക്കുക. ഇതിൽ ഈ ബുക്കിൽ വരുന്നത് മുഴുവൻ ആയത്ത് വചീതുകളാണ്. അധികവും ആയത്ത് പഠിക്കണം. കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം? കാണാതെയും പഠിക്കണം. അർത്ഥം നിർബന്ധമായും പഠിക്കണം. ഇന്നലെ മക്കളുടെ ക്ലാസ് പറഞ്ഞ മാതിരി ഇടക്കൊക്കെ വായിപ്പിക്കേണ്ടി വരും. അല്ലാത്തത് ഇങ്ങനെ ഞങ്ങൾ ഒന്ന് മണിക്ക് പോകും, പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് വരും. അവിടെ കാര്യമില്ല. ഈ ആയത്തിൽ ആയത്തെ കുറിച്ച് അറിയാം അല്ലെ? അത് മാത്രം പോരാ, ബാക്കിയുള്ളതൊക്കെ പഠിക്കണം. ഈ ആയത്തിൽ പറയുന്നത് ഇബ്നു കസീറൊക്കെ വിശദീകരിച്ചതുപോലെ ഈ ആയത്ത് മാത്രം വിശദീകരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ കാണാം. ആയത്തെ കുറിച്ച് മാത്രം വിശദീകരിച്ചു. തഫ്സീർ ആയത്തിൽ കുറിച്ച് എന്നുണ്ട്. 10 സംഗതികൾ അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഒന്ന്, അള്ളാഹു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇലാഹിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യപ്പെടുന്നവൻ. അലഹയലും അബദയാബുദ് അർത്ഥം. അലഹയലോ എന്ന് പറഞ്ഞാൽ അബദയാബുദു, ആരാധിക്കും. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ. ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല. ഇല്ലാഹുവ, അവനല്ലാതെ. ഇല്ലാഹു എന്നാൽ ഇല്ലല്ലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലാഹു എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്ന ഒരുവനുമില്ല. എങ്ങനെ? അവിടെ ബിഹഖിൻ എന്ന് സലഫുകളൊക്കെ അർത്ഥം പറഞ്ഞതാണ്. ലാ ഇലാഹ എന്നാൽ ലാ ഇലാഹ ബിഹഖിൻ, ഹക്കോടുകൂടി, അർഹതയോടുകൂടി ആരാധ്യനായി ആരാധിക്കപ്പെടുന്ന ആരും തന്നെയില്ല. ഇല്ലല്ലാ, ഇല്ലാഹുവ, ആരല്ലാതെ. എന്നല്ല അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരില്ല എന്നല്ല, ആരാധിക്കപ്പെടുന്നവരുണ്ട്. അള്ളാഹ് ഒരുപാടെണ്ണത്തിന് ജീവനുള്ളത് മനുഷ്യനെയും മൃഗവും കല്ലും ഒക്കെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? ഹക്കോടുകൂടി ആരാധിക്കപ്പെടുന്ന, അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്ന ആരും തന്നെയില്ല. ലാ ഇലാഹ ബിഹഖിൻ അല്ലെങ്കിൽ ലാ ഇലാഹ ഹഖുൻ ഇല്ലാഹുവ. അപ്പൊ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്ന ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ്? ഇവിടെ തന്നെ എന്ത് വന്നു? നഫിയും വന്നു, ഇസ്ബാത്തും വന്നു. ലാ ഇലാഹ നഫിയാണ്, പിന്നെന്താ? ഇസ്ബാത്താണ്. അപ്പൊ ഒരു ഇലാഹുല്ല, എന്നാൽ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അപ്പൊ അള്ളാഹു മാത്രമേ ആരാധക അർഹനായി ഉള്ളൂ. നഫിയും ഇസ്ബാത്തും അവിടെ വന്നു. കൂടുതൽ വിശദീകരണം ഇവിടെ നോക്കുക. അൽ ഹയ്യു അൽ ഖയ്യൂമു. ഇനി അള്ളാഹു ആണ് ആരാധനക്കർഹൻ. അതെന്തുകൊണ്ട്? രണ്ടാമത്തെ കാര്യം, അൽ ഹയ്യു അൽ ഖയ്യൂമു. അള്ളാഹു ഹയ്യാണ്, ഖയ്യൂമാണ്. ഹയ്യ് എന്നർത്ഥം ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയണം. ശരിക്കും ഹയ്യ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പറയുന്ന ജീവനുള്ളവൻ, ജീവനുള്ളത്, ജീവിച്ചിരിക്കുന്നവൻ എന്നൊക്കെ പറയാം. എന്നാൽ സൃഷ്ടികളെ പോലെയല്ല അള്ളാഹുവിന്റെ ജീവൻ എന്ന് പറയുന്നത്. കാരണം എന്താ? സൃഷ്ടികൾക്കൊക്കെ മരണമുണ്ട്, നാശമുണ്ട്. അള്ളാഹുവിന്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദാഇമുൽ ബാഖി,
അത് നിത്യമായതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. അപ്പോ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പൊ അതിന്റെ വിപരീതം എന്താ? എന്നെന്നും ജീവിച്ചിരിക്കുന്ന അത് ഇപ്പോ ഇസ്ബാത്താണല്ലോ. ആ ഇസ്ബാത്തിൽ നിന്ന് മനസ്സിലാക്കാം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരിക്കലും എന്തില്ല, മരണമില്ല. പിന്നെ അൽ ഖയ്യൂമു, ഖാമ യഖൂം, അർത്ഥം ഖാമ എന്നാണ് നിന്നു, ഖായിം നിൽക്കുന്നവൻ. അതിനാണ് എന്തുണ്ടായത്? അതിന്റെ ഫൈഊൽ വസ്ന് എന്നാണ് അതിന്റെ തഫ്സീറിലൊക്കെ കാണുന്നതാണ്. ഫൈഊൽ ഖയ്യൂം അതെന്തായി മാറി? വാവിനെയും യാവിനെയും പിന്നെ ഒന്നാക്കി മാറ്റി ഖയ്യൂമായതാണ്. അപ്പൊ എന്റെ ഭാഷാപരമായ പ്രയോഗങ്ങൾ. അപ്പോ അൽ ഖയ്യൂമു, ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു. അപ്പൊ അവിടെ അൽ ഖയ്യൂം എന്നാൽ അൽ ഖായിമു ബിനഫ്സിഹി, അൽ ഖായിം ബിനഫ്സി, സ്വയം നിലനിൽക്കുന്നവൻ. സ്വയം നിലക്കാൻ കഴിയില്ല. അള്ളാഹു എന്താണ്? അൽ ഖായിമു ബിനഫ്സിഹി. പിന്നെ അൽ മുഖീമു ലി ഗൈരിഹി, അള്ളാഹു സ്വയം നിലകൊള്ളുന്നവനാണ്. അതോടൊപ്പം അൽ മുഖീമു ലി ഗൈരിഹി, മറ്റുള്ളവരെ നിലനിർത്തുന്നവനുമാണ്. ഇതല്ലേ? അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരെ നിലനിർത്തണം എന്ന് മലയാളത്തിൽ നമ്മളെന്താ അർത്ഥം പറയും? അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജഗന്നിയന്താവും എല്ലാം. അൽ ഖായിമു ബിനഫ്സിഹി വൽ മുഖീമു ലി ഗൈരിഹി. മലയാളത്തിൽ ജഗന്നിയന്താവുന്ന എല്ലാം എന്ത് ചെയ്യുന്നവൻ? നിയന്ത്രിക്കുന്നവൻ. അപ്പൊ എല്ലാം നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? സ്വയം നിലനിൽക്കാൻ പറ്റണം. അതാണ്. അപ്പോ അൽ ഖയ്യൂം എന്നാൽ സ്വയം നിലനിൽക്കുന്നവരെ നിയന്ത്രിക്കുന്നവനും. ഖാമ എന്നാൽ നിന്നു, നിലകൊണ്ടു. ഖാമ ബി എന്നാൽ നിർവഹിച്ചു എന്നാണ്. അൽ ഖായിമു ബി എന്നാൽ നിർവഹിക്കുന്നവൻ. അപ്പൊ സ്വയം കാര്യങ്ങൾ നിർവഹിക്കുന്നവനും മറ്റുള്ളവരെ നിലനിർത്തുന്നവനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനും രണ്ടുമാണ് ആര്? അള്ളാഹു. അപ്പൊ അൽ ഹയ്യു എന്നും ജീവിപ്പിക്കുന്നവനാണ്. അൽ ഖയ്യൂമു സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരെ നിലനിർത്തുന്നവനും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവനും ആകുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് നിരാശ്രയനാണ്. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയമുള്ളവരുമാകുന്നു. ഇനി ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് അൽ ഇസ്മുൽ ആളം എന്ന് കേട്ടില്ല? എന്താണ് അൽ ഇസ്മുൽ? എന്നാൽ ഏറ്റവും മഹത്തായ നാമം. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, 99 പരിമിതമല്ല. അതിൽ ഏറ്റവും മഹത്തായ നാമമുണ്ട്. ആ മഹത്തായ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് എന്താണ്? പിന്നെ അഅ്ലമു ഇസ്മാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുൽ അഅ്ലമാണ്. ഒരു ഹദീസില് ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി സ്വഹീഹയിൽ കൊടുത്ത ഒരു ഹദീസ്. അൽ ഹയ്യുൽ ഖയ്യൂമു ഹുമാ അൽ ഇസ്മുൽ അഅ്ലമു ഇദാ ദുഇയ അല്ലാഹു ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅതാ. അൽ ഹയ്യുൽ ഖയ്യൂം എന്നത് ഹുമാ അൽ ഇസ്മുൽ അഅ്ലം, അത് രണ്ടും ഇസ്മുൽ അഅ്ലമാണ്, ഏറ്റവും മഹത്തരമായ നാമമാണ്. അല്ലദീ ഇദാ ദുഇയ അല്ലാഹു ബിഹി, ഈ പേരുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യപ്പെട്ടാൽ അജാബ, അള്ളാഹു പ്രാർത്ഥന ചെയ്യും. വൈദാ സുഇല ബിഹി, ഈ പേരുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കപ്പെട്ടാൽ അഅതാ, അള്ളാഹു നൽകും. അപ്പോ ഇത് സ്വഹീഹായ ഹദീസാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അല്ലെ? കേൾക്കാം. അപ്പൊ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഇതിന് ഇതല്ല വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഏതാണ് ഇസ്മുൽ അഅ്ലം എന്നുള്ളത്? അപ്പൊ ഇത് ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം പറയുന്നില്ല. ഇവിടെ ഈ പറഞ്ഞത് അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് എന്താണ്? ഇസ്മുൽ അഅ്ലമാണ് എന്ന് കിട്ടും. കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ച് പറയാവുന്ന വിശേഷണങ്ങൾ ഇപ്പോ അള്ളാഹുവിന് സിഫത്തുകൾ ഉണ്ട് എന്ന് പറയും. അള്ളാഹുവിന്റെ സിഫത്തുകൾ 2 നിലക്കാണ്. ഒന്ന് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്ത്, അള്ളാഹുവിന്റെ സത്തയിലുള്ള സിഫത്ത്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലുള്ള വിശേഷണം. അള്ളാഹുവിന്റെ സിഫത്തുകൾ 2 നിലക്കാണ്. ഒന്ന് ദാത്തിയ്യ്, സിഫാത്തുൻ ദാത്തിയ്യ, മറ്റത് സിഫാത്തുൻ ഫിഅലിയ്യ. ഒന്ന് അള്ളാഹുവിന്റെ ദാത്ത് സത്തയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ, രണ്ടാമത്തത് അള്ളാഹുവിന്റെ
പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ദാത്തിയ ഫിഅലിയ ഇവിടെ രണ്ടും വന്നു. ഏതാ രണ്ടെണ്ണം? അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ അതെന്താ, ദാത്തിയാണോ ഫിഅലിയാണോ? ദാത്തിയാണ്. അള്ളാഹുവിന്റെ സത്തയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച ഇതൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നാ? ഈ ഹയ്യ് എന്നതിൽ നിന്നാണ്. ഇനി അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താ? അള്ളാഹു എന്നും നിലകൊള്ളുന്നു. അള്ളാഹു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇതൊക്കെയെങ്കിൽ ആ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി വരുന്ന മറ്റു കാര്യങ്ങൾ. ഏത്? സൃഷ്ടിക്കുക, നശിപ്പിക്കുക, അല്ലെ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ. അപ്പോ ആ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മേലെ പറയാവുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്ത്? ഈ പറഞ്ഞ ഖയ്യൂം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ദാത്തിയുമുണ്ട്, ഫീലിയുമുണ്ട്. അത് രണ്ടും എവിടെ വന്നു? അൽ ഹയ്യു അൽ ഖയ്യൂം എന്നതിൽ വന്നു. അപ്പൊ അതുകൊണ്ടും എന്ത് മനസ്സിലാക്കാം? ഈ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഈ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിന്റെ രണ്ട് നിലക്കുള്ള ദാത്തിയും ഫീലിയുമായ എല്ലാ വിശേഷണങ്ങളുടെയും കാതലാണ് എന്തിനുള്ളത്? അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താ? ഇസ്മുൽ അഅ്ലമാകുന്നു. പിന്നെ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, ഇതിലുള്ള മൂന്നാമത്തെ കാര്യം. ഇതിൽ 10 കാര്യങ്ങൾ ഉണ്ടല്ലോ ആയത്തിൽ കുറിച്ച്. മൂന്നാമത്തെ കാര്യം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. ആദ്യത്തിൽ ഇസ്ബാത്ത്, നഫിയുൽ ഇസ്ബാത്ത് ഉണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഇസ്ബാത്താണ്. ഇനി ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ എന്നുള്ള എന്താ? നഫിയാണ്. ലാ തഖുദുഹു അഖദ യഖുദു, പിടികൂടുക, സ്വീകരിക്കുക. ലാ തഖുദുഹു അവനെ പിടികൂടുകയില്ല, അവനെ ബാധിക്കുകയില്ല. സീനത്തുൻ മയക്കം, തൂങ്ങിയ ഉറക്കം, എന്താ പറയാ? നുആസ് അറിയാം. അപ്പൊ സൂറത്ത് അംഫാലില് ബദർ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞ കാണാം. അള്ളാഹു അവരെന്ത് ചെയ്തു? അവർക്ക് നുആസ് കൊടുത്തു. എന്താ നുആസ്? മുസ്ലിങ്ങൾക്ക് ബദർ പങ്കെടുത്ത പട്ടാളക്കാർക്ക്, മുസ്ലിം പട്ടാളക്കാർക്ക് അള്ളാഹു മയക്കം കൊടുത്തു. അതൊരു നിയമത്തായിരുന്നു. ഇനി പിന്നെ പറയണെന്താ? വലാ നൗമുൻ, ഉറക്കവുമില്ല. അപ്പൊ ആദ്യം പറഞ്ഞു അള്ളാഹു ഹയ്യാണ്. അള്ളാഹു ഹയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും ഹയ്യാണ്, ജീവജാലങ്ങളൊക്കെ ഹയ്യാണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഉറക്കമുണ്ട്, മയക്കമുണ്ട്. എന്നാൽ അള്ളാഹു ഹയ്യാന്ന് പറഞ്ഞാൽ ഉറക്കമോ മയക്കമോ ഇല്ലാതെ എപ്പോഴും എന്നെന്നും ജീവിക്കുന്നത്. അപ്പൊ ആദ്യം അവിടെ ഇസ്ബാത്ത് ഉണ്ടായി. ഇവിടെ അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് നബി പറയാൻ എന്ത്? അള്ളാഹുവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ലാ തഖുദുഹു അവനെ പിടികൂടുകയില്ല. സീനത്തുൻ മയക്കം ബാധിക്കുകയില്ല. വലാ നൗമുൻ ഉറക്കവും ബാധിക്കുകയില്ല. മയക്കം എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്നതാണ്. ഉറക്കം എന്ന് പറയുന്നത് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കണ്ണ് മയങ്ങാറില്ല. കണ്ണ് മയക്കാണെന്ത്? സിനത്ത് അല്ലെങ്കിൽ നുആസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓർമ്മ ഉണ്ടാവും, അതാ മാളിപ്പോവും. എന്നാ ഉറക്കം എന്ന് പറഞ്ഞാലോ അതെന്തിനാ പിടിക്കുന്നത്? ഹൃദയത്തെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഉറക്കം എന്താണ്? മരണത്തിന്റെ സഹോദരനാണ്. മരണത്തിന്റെ സഹോദരനാണെന്ത്? ഉറക്കം. ഇപ്പൊ ഖുർആനില് സൂറത്ത് ഫാത്തിറില് പിന്നെ മുസ്കാത്തിലൂതില് അവിടെ ഇതിൽ കാണുന്നത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. മരിക്കുമ്പോ റൂഹിനെ പിടിക്കുന്നതാരാ? കൊണ്ടുവന്ന് അല്ലാഹു. ഉറങ്ങുമ്പോഴും റൂഹിനെ കൊണ്ടുവന്നതാരാ? അല്ലാഹുവാണ്. അപ്പൊ മരണത്തിൽ റൂഹ് നഷ്ടപ്പെടുന്നു, ഉറക്കിലും റൂഹ് ആരുകൊണ്ടുപോകും? എന്നിട്ട് ആർക്കാണ് അള്ളാഹു ദീർഘായുസ് കൊടുക്കുന്നത്? അവർക്ക് അവനിലേക്ക് റൂഹ് തിരിച്ചു കൊടുക്കുന്നു. അല്ലാത്ത പ്രാർത്ഥന അള്ളാഹു പിടിച്ചു വെക്കുന്നു. ഓരോ കൈ ഉറക്കില് മരിച്ചു പോകും. അതുകൊണ്ടാണല്ലോ ഉറങ്ങുന്ന അർത്ഥം പ്രാർത്ഥനയിൽ പഠിച്ചവനെ എന്ത് ചെയ്യണം? ഇനി അതിന് പിടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നിലക്ക്, അയക്കുകയാണെങ്കിലോ എന്റെ എല്ലാ ഇപ്പവും സംരക്ഷണമുള്ള കൂടുതലേക്ക് അത് തിരിച്ചയക്കണമേ. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ കണ്ണിന് മയക്കമില്ല, വലാനവും ഹൃദയത്തിന് ഉറക്കവും ബാധിക്കുന്നില്ല. ഇത് രണ്ടും സൃഷ്ടികൾക്കുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനത് ബാധിക്കുകയില്ല. ലഹു മാഫിസ്സമാവാതി വമാഫിൽ അർളി, അതും ഇസ്ബാത്താൻ. ലഹു അവനുണ്ട്, അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിനാണ് എന്ത്? മാ ഒന്ന് ഫിസ്സമാവാതി ആകാശങ്ങളിലുള്ളതും വമാഫിൽ അർളി
ഭൂമിയിലുള്ളതും, ലഹു മാഫി സമാവാതി വ മാഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ലഹു അവനാകുന്നു. അതാണ് നാലാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അതിലൂടെ എന്താ സ്ഥാപിക്കുന്നത്? അള്ളാഹുവിന് എല്ലാ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ സർവ്വത്തിന്റെയും ആധിപത്യവും നിയന്ത്രണവും ആർക്കാണ്? അതാണ്. അപ്പം മുൽക്കും തദ്ബീറും, അധികാരവും നിയന്ത്രണവും രണ്ടും ആർക്കാണ്? അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തുള്ള എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അപ്പോ മുൽക്ക്, അതുപോലെ തന്നെ ഹൽക്ക്, തദ്ബീർ, ഇതൊക്കെ ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ഇനി ആകാശവും ഭൂമിയും പറഞ്ഞു. അപ്പൊ താഴെയും മേലെയും ആർക്കെന്നെ? അള്ളാഹുവിന് തന്നെ. അപ്പൊ ഇവിടെ ആകാശല്ലാനു എന്നല്ല, രണ്ട് സ്ഥലത്തും താഴെയും മേലെയും ഒക്കെ ആധിപത്യവും സൃഷ്ടിക്കുന്ന അധികാരവും അള്ളാഹുവിനുള്ളതാകുന്നു. അടുത്തത് അഞ്ചാമത്തെ കാര്യം, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ ആരാണ്? ദാ അല്ലദീ ഉള്ളതെന്നുള്ളതല്ല ഇവിടെ ഇവൻ അല്ലെങ്കിൽ ഒരുവൻ എന്നുണ്ട. മൻ ദല്ലദീ യാതൊരുവനായി ആരുണ്ട്? ഏതൊരുവനായി? യശ്ഫഉ ശഫാഅത്ത് എന്നാൽ ശുപാർശ പറയുക. മൻ ദല്ലദീ യശ്ഫഉ ശുപാർശ പറയാൻ ആരുണ്ട്? പറയുന്നവനായി ആരുണ്ട്? മൻ ദല്ലദീ യശ്ഫഉ ശുപാർശ പറയുന്നവനായി ആരുണ്ട്? ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കൽ. ഇല്ലാ ബിഇദ്നിഹി അവന്റെ അംറ്, അവന്റെ അനുവാദം, കൽപ്പന അനുസരിച്ചല്ലാതെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ അള്ളാഹുവിന്റെ വക്കൽ ശുപാർശ പറയാൻ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കർഷുപാത്തിലും ഷഫായത്ത് പിന്നെ ദുനിയാവിൽ രണ്ടു തരമുണ്ട്. ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ദുനിയാവിൽ ജായിസാണ്, ഇത് അനുവദിക്കപ്പെട്ട മതം അനുവദിച്ചാണെങ്കിൽ ശുപാർശ പറയൽ അനുവദനീയമാണ്. പരലോകത്ത് പ്രവാചകന്മാർക്കും മലക്കുകൾക്കും അതുപോലെ തന്നെ ഖുർആൻ ശുപാർശ പറയുന്നു, നോമ്പ് ശുപാർശ പറയുന്നു, ഒക്കെ നമ്മളൊക്കെ പറഞ്ഞു തരാം. ഈ ശുപാർശയൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ അനുവാദം വേണം. കാരണം എന്താ? ഭൂമിയിലും ആകാശത്തും അധികാരമാർക്കാം അള്ളാഹുവിനാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾ പറയുന്നത് ശരിയല്ല. ഒരു പറഞ്ഞണ്ട ഈ ആളുകളെ തങ്ങൾ വിശ്വസിക്കുന്നതാണ്, അവരുടെ സ്വഭാവന എന്തല്ല. പക്ഷെ അങ്ങനെ നമ്മൾ കയറി ചെന്നിട്ട് ശുപാർശ പറയാൻ കഴിയില്ല. ശുപാർശക്കുള്ള അധികാരമാർക്കാം അള്ളാഹുവിനാകുന്നു. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അവന്റെ കൽപ്പനയില്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരാണുള്ളത്? ആർക്കും കഴിയില്ല. അപ്പൊ പറയാൻ അള്ളാഹുവിന്റെ അനുവാദം വേണം. ആർക്ക് വേണ്ടി പറയുന്നുവോ അതിന് എന്ത് വേണം? അള്ളാഹുവിന്റെ അനുവാദം വേണം. രണ്ടൊക്കെ നമുക്ക് പഠിച്ച വിഷയം. ഇനി ഇവിടെ ഷഫഅ എന്ന വാക്കിനർത്ഥം എന്താ? വശഫഇ വൽ വസ്ർ, ഒറ്റയും ഇരട്ടയുമാണ് സത്യം. ഷഫഅ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരട്ടാനാണ്. ഈ ഷഫഅ എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്? ഷഫാഅ ഇപ്പോൾ വാക്കായത്. ഷഫഅ ഇരട്ട. ഇവിടെ ശുപാർശ പറയുന്നവൻ അവിടെ ഇരട്ടുണ്ട്. എന്താ? മറ്റുള്ള വേറൊരുത്തന്റെ കാര്യം എന്ത് ചെയ്യുന്നു? തന്റെ വാക്കിൽ ചേർത്ത് എന്ത് ചെയ്യുന്നു? അള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ വേറൊരുത്തന്റെ ആവശ്യം തന്റെ വാക്കിൽ കൂട്ടി തന്റെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇരട്ടയാക്കൽ വരുന്നുണ്ട്. അത് അങ്ങനെ, അതുകൊണ്ടാണ് ഇതിന് ശഫാഅത്ത് എന്ന് പറയുന്നത്. പിന്നെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം മാ ഒന്നിനെ, ബൈന ഇടയിൽ, യദുൻ ജംഅ ഐദി, യദുൻ കൈ, ഐദി കൈകൾ, ബൈന ഐദി കൈകൾക്കിടയിൽ, മാ ബൈന ഐദി കൈകൾക്കിടയിലുള്ളത്. വാക്കിനർത്ഥം പറയും അങ്ങനെ. മാ ബൈന ഐദി അതൊരു പ്രയോഗ ഇത് ഉപയോഗിക്കുന്നതാണ്. മാ ബൈന ഐദി എന്നാൽ ബൈന യദൈ അല്ലെങ്കിൽ ബൈന ഐദി എന്നാൽ മുന്നിലുള്ളതാണ്. ബൈനൽ ഐദി എന്നാൽ മുമ്പിൽ. കൈകൾക്കിടയിൽ എന്നാ എവിടെ? കയ്യും മുന്നിലെ. അപ്പൊ കയ്യിന് മുമ്പിൽ എന്നാൽ മുമ്പിൽ. അപ്പൊ മാ ബൈന ഐദീഹിം അവരുടെ കൈകൾക്കിടയിലുള്ളതാണ് വാക്കിനർത്ഥം. എന്താ ഉദ്ദേശിച്ചത്? അവരുടെ മുന്നിലുള്ളത് യഅലമു അവനറിയുന്നു. വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളതും അല്ലാഹു അറിയും. അപ്പൊ മുന്നിലുള്ളത് അറിയാൻ കഴിയും, പിന്നിലുള്ളതും അറിയാൻ ആർക്ക് സാധിക്കും? അള്ളാഹിനറിയും. ഇത് വേറെ ആർക്കും കഴിയില്ല. കാരണം എന്താ? അള്ളാഹുവിനാണ്, അള്ളാഹു ഹയ്യാണ്, അള്ളാഹുവിനാണ് മുൽക്കുള്ളത്, അള്ളാഹുവിനാണ് ഹൽക്കുള്ളത്, അള്ളാഹുവിനാണ് തദ്ബീറുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു മുന്നിലുള്ളതും പിന്നിലുള്ളത് പറയുന്നു. ഇനി മുന്നിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചില പണ്ഡിതന്മാര് മാ ഖബല ഹൽഖിഹിം,
അവരുടെ മുന്നിൽ അവരെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് എന്തുണ്ടായിരുന്നുവോ അതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ മാ ബഅദ മൗതിഹിം ഇവരുണ്ടായി പിന്നെ അവരുടെ മരണശേഷം എന്താ ഉണ്ടാവുക അതും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. പിന്നെ എങ്ങനെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മാ ബൈന ഐദീഹിം എന്നാൽ മാ അള്ളാഹു അവരുടെ മുമ്പിലുള്ളത് എന്നാൽ അവർ പ്രകടിപ്പിച്ച കാര്യങ്ങൾ, പരസ്യമായി ചെയ്ത കാര്യങ്ങൾ അതാരറിയും? അള്ളാഹു അറിയും. വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ വമാ കതമൂഹു അവർ മറച്ചു വെച്ച കാര്യങ്ങളെന്തോ അപ്പൊ രഹസ്യവും പരസ്യവും അറിയുന്നവരാണ്. ആദ്യം പറഞ്ഞതനുസരിച്ച് ഭൂതവും വർത്തമാനവും അറിയുന്നവരാണ്. എന്നാൽ വേറൊരു വിശദീകരണം യഅനി അൽ ആഖിറ അവരുടെ മുന്നിലുള്ളതെന്നാൽ ഇനി അവർ ചെല്ലാൻ പോകുന്ന സ്ഥലം അതേതാ? പരലോകം. പരലോകത്ത് എന്താ ഉണ്ടാവുക, ഇവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതും ആർക്കറിയാം? അവർക്കറിയാം, അള്ളാഹുവിനറിയാം. പിന്നെ വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദുനിയ ദുനിയാവാണ്. ദുനിയാവ് എന്താണ്? ഈ ദുനിയാവിനെ പിന്തിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ആഖിറത്തിലേക്ക് പോകുന്നത്. അപ്പോ മാ ബൈന ഐദീഹിം എന്നാൽ പരലോകത്ത്, വമാ ഖൽഫഹും എന്നാൽ അവർ പിന്നിട്ട് പോണ ഭൂമി ദുനിയാവിലുള്ള കാര്യം. അങ്ങനൊക്കെ തഫ്സീർ കൊടുത്ത് കാണാം. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എല്ലാറ്റിനെയും ചുരുക്കണ്ട. ദുനിയാവിലുള്ളതറിയും, പരലോകത്തുള്ളതറിയും, കഴിഞ്ഞു പോയതറിയും, വരാൻ പോകുന്നതറിയും, രഹസ്യമാക്കിയറിയും, പരസ്യമാക്കിയതറിയും. അപ്പൊ എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ ലേഖം നിർത്തിയാ പോരെ, ഇടക്ക് ചോദിച്ചണ്ട. വലാ യുഹീതൂന ബിശൈഇൻ ഇപ്പൊ ഈ പറമ്പൽക്കാരെങ്കിൽ മൈതാനത്തിലൊക്കെ ചുറ്റുമതിലിട്ടൂലേ, അതിനെന്താ പറയാ? ഹായിസ് എന്ന് പറയും. ഹായിസ് മതിലെന്താ? മതിലെന്തേക്കും? ചുറ്റുമതിലാണ് ചുറ്റുഭാഗം വളച്ചിട്ടുണ്ടാണ്. അഹാത്വ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു എന്നാൽ. അഹാത്വ വലയം ചെയ്യുക, പൊതിയുക. ഹായിത്തു അല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ അതുപോലെ പ്രയോഗങ്ങൾ കാണാൻ ഖുർആനിൽ. അല്ലാഹു മുഹീത്തുൻ അല്ലാഹു വലയം ചെയ്യുന്നവരാണ്. ആരബിൽ കാഫിരീൻ കാഫിരീങ്ങളെ, അവിശ്വാസികളെ അല്ലാഹു വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും അല്ലാഹു അവരെ പൊതിയുന്നു. അള്ളാഹുവിന്റെ ഇൽമ് അവരെ ഒന്നായി മേലെയും താഴെയും 4 വശത്തും എല്ലായിടത്തും അള്ളാഹു ചെയ്തിട്ടുണ്ട്, അവരെ പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെ കുറിച്ചുള്ള എല്ലാ വിവരവും ആർക്കറിയാം? അള്ളാഹുവിനെ. അതാണ് അവിശ്വാസികളെ അള്ളാഹു പൊതിയുന്നു. എന്നാണ് അള്ളാഹിന്റെ പിടുത്തത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ എന്താ പറയുന്നത്? വലാ യുഹീതൂന അവർ വലയം ചെയ്യുകയില്ല ബിശൈഇൻ ഒന്നിനെയും. അഹാത ബി എന്ന പ്രയോഗിക്കുക, അവിടെ കൊണ്ട് തർക്കം പറയേണ്ട കാര്യമില്ല. വലാ യുഹീതൂന ബിശൈഇൻ ഒരു ഷൈഇനെയും ഒരു സംഗതിയെയും അവർ വലയം ചെയ്യുകയില്ല. മിൻ ഇൽമിഹി അള്ളാഹുവിന്റെ അറിവിൽ നിന്ന്. അപ്പൊ ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒരു സംഗതിയെയും അവർ യുഹീതൂന വലയം ചെയ്യുകയില്ല. ഞാൻ വാക്കിനർത്ഥം പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒരു സംഗതിയും സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അവർ അതിനെ വലയം ചെയ്യുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട ഒരു കാര്യവും സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വലയം ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്, അറിയുക, മനസ്സിലാക്കുക. ഇല്ലാ ബിമാ ശാഅ ഏതല്ലാതെ, ഇല്ല അല്ലാതെ, മാ ബിമ ഒന്നല്ലാതെ, ഷാഅ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമല്ലാതെ. എന്നാൽ യുഹീതൂന ബിമാ ശാഅ എന്നർത്ഥം. അള്ളാഹു ഉദ്ദേശിച്ചത് യുഹീതൂന അവർ വലയം ചെയ്യുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യം അള്ളാഹുവിന്റെ അറിയപ്പെട്ടത് വലയം ചെയ്യാൻ എന്നാൽ കൃത്യമായി മനസ്സിലാക്കികൾക്ക് സാധിക്കുകയില്ല. വലാ യുഹീതൂന അവർ വലയം ചെയ്യുകയില്ല ബിശൈഇൻ മിൻ ഇൽമിഹി അവന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യത്തെയും എന്ന് പറഞ്ഞാൽ അവന്റെ അറിവിൽപ്പെട്ട ഒരു സംഗതിയും സൃഷ്ടികൾ മനസ്സിലാക്കുകയില്ല. ഇനി മനസ്സിലാക്കാൻ പറ്റുമേത്? ഇല്ലാ ബിമാ ശാഅ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമല്ലാതെ. അള്ളാഹു മനസ്സിലാക്കി തരാൻ, അറിയിച്ചു തരാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അത് നമുക്ക് കിട്ടും. അല്ലാത്ത അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട ഒരു സംഗതിയും സൃഷ്ടികൾക്ക് മനസ്സിലല്ലേ? അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട ഒന്നും നമുക്ക് അറിയില്ല, കിട്ടും എപ്പോഴും മാ ശാഅ അള്ളാഹു ഉദ്ദേശിച്ചത്. ആയപ്പോ അതിനർത്ഥം എന്താ? ഇതുവരെ നമ്മൾ പറഞ്ഞെന്താ? അള്ളാഹുവിനെ കുറിച്ച് ആര് പറയണം? അള്ളാഹു തന്നെ പറയണം. നമ്മളെ ബുദ്ധിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാനോ പറയാനോ തഹരീഫോ താഴ്ചയിലോ ഇൽഹാദോ ഒന്നും പറ്റൂല. കാരണം എന്താ? അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല.
അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അറിവിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. അപ്പൊ പിന്നെ അള്ളാഹു പറഞ്ഞതേ നമുക്ക് കിട്ടുള്ളൂ. അതെ, അപ്പൊ അത് നമ്മുടെ ന്യൂനതയാണ്, അള്ളാഹുവിന്റെ പൂർണ്ണതയാണ്. 8 വസിഅ കുർസിയ്യുഹു സ്സമാവാതു വൽ അർളു വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഇനി നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം വരുവാണെങ്കിൽ സൂറത്ത് അൻആമിലെ 103 ആയത്ത് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ലാ തുദ്രികുൽ അബ്സാർ ഇതാണ് അതറബി എഴുതിക്കുന്നത്, കണ്ടെത്തുക, മനസ്സിലാക്കുക. ലാ തുദ്രികുൽ അബ്സാർ അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല. എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ അള്ളാഹു എല്ലാ കണ്ണുകളെയും ഇങ്ങോട്ട് കണ്ടെത്തുന്നു. എന്താ, അള്ളാഹുവിൽ എല്ലാറ്റിനെയും മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഒരു കണ്ണും അള്ളാഹിനെ അങ്ങോട്ട് കാണാനോ കണ്ടെത്താനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. സൂറത്ത് അൻആം 103. വസിഅ കുർസിയ്യുഹു, വാസി എന്ന് പറഞ്ഞാൽ വിശാലമായത്. വസിഅ യസഉ എന്ന് പറഞ്ഞാൽ വിശാലമായി, ഉൾക്കൊണ്ടു. വസിഅ യസഉ വല അല്ലാഹു വാസിഉൻ അലീം അല്ലെ, അല്ലാഹു വാസിഅൻ വിശാലമായ. വസിഅ വിശാലമായിരിക്കുന്നു, കുർസിയ്യുഹു അള്ളാഹുവിന്റെ കുർസിയ്യ് വിശാലമായിട്ടുണ്ട്. അസ്സമാവാതി ആകാശങ്ങളെയും വൽ അർള ഭൂമിയെയും. അള്ളാഹുവിന്റെ കസേ കുർസിയ്യ് ആകാശങ്ങളെയും ഭൂമിയെയും വിശാലമായിരിക്കുന്നതിനാൽ ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. അർള് ഭൂമി പ്രദേശം. അപ്പൊ എന്താ ഇന്നിപ്പോ കൂടുതൽ ശീലിക്കണ്ട. ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിന്റെ കുർസിയ്യ് ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിനും അധികാരത്തിനും നിയന്ത്രണത്തിനും ഉള്ളിലാണ് എന്തെല്ലാം ഉള്ളത്, ആകാശങ്ങൾ. ലോകം തന്നെ എന്താ, ആകാശം ഭൂമിയും. നേരത്തെ പറഞ്ഞു ആലം തന്നെ അള്ളാഹ് അല്ലാത്തതൊക്കെ എന്താണ്, ലോകാണ്. ആ അള്ളാഹു അല്ലാത്തത് പറഞ്ഞാൽ ഭൂമിയും ആകാശങ്ങളുമാണ്. ഈ ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിന്റെ കുർസിയ്യ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വിശാലമായി എന്നാൽ ഇതിനെയൊക്കെ അള്ളാഹുവിന്റെ കുർസിയ്യ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ ഇല്ല, അതിന്റെ പുറത്ത് ഒന്നും ഇല്ല. ഇനി കുർസിയ്യ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കുർസിയ്യ് വേറെ, അർശ് വേറെ. ഇനി ചില ആളുകൾ എങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, എന്താണ് അർശ് എന്നതും കുർസിയ്യ് എന്നതും രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ ആളുകൾ കാണാം. പക്ഷെ അതിൽ ശരിയായ അല്ലെങ്കിൽ പ്രബലമായ അഭിപ്രായം എന്താണ്, അർശും കുർസിയ്യും രണ്ടും രണ്ടാണ്. അർശിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു അർശിലേറി ഇതിന്റെ തുടക്കത്തിൽ വായിച്ചില്ലേ, ആ പിന്നെ എന്താണ് ഇൽഹാദ് നേരത്തെ നമ്മൾ വിശേഷിച്ച് കൊടുത്തിലവിടെ അല്ല, ഈ എന്താണ് തഹരീഫ് പറഞ്ഞപ്പോ പറഞ്ഞു, തഹരീഫ് ലഫ്ലിയായിട്ട് വരാം, ഹർക്കത്ത് മാറ്റി വരാം, ലഫ്ല് മാറ്റിയിട്ട് വരാം, കലിമത്ത് മാറ്റിയിട്ട് വരാം, കൂട്ടിച്ച് കുറച്ചിട്ടൊക്കെ വരാമെന്നല്ലോ. അവിടെ ഇസ്തവ, ഇസ്തൗല അലൽ അർശി റഹ്മാൻ, അല്ലെങ്കിൽ അർറഹ്മാനു അലൽ അർശി ഇസ്തവ. അവിടെ എന്താണ് ഇസ്തവ എന്നുള്ളത്, ഇസ്തവ. അപ്പൊ അടുത്തുള്ളത് ആ രീതിയിൽ അള്ളാഹു സിംഹാസനത്തിൽ എറിയുന്നത് ഏത് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞതാണ്. ഇവിടെ എന്താണ് കുർസി എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അർശ് വേറെയാണ്, കുർസി വേറെയാണ് എന്ന് ചില അല്ലെങ്കിൽ ശരിയായ അഭിപ്രായമായി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം നബിന്റെ ഹദീസ് അല്ല, ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായമാണ്. ഈ അഭിപ്രായം അത് ശരിയായ അഭിപ്രായമാണ്, സ്വഹീഹാണ് എന്ന് ശൈഖ് അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താ, അൽ കുർസിയ്യു മൗദുൽ ഖദമൈൻ, കുർസിയ്യു മൗദുൽ ഖദമൈൻ, അള്ളാഹുവിന്റെ രണ്ട് ഖദം, രണ്ട് പാദം. അള്ളാഹുവിന് കണങ്കാലുണ്ട്, പാദമുണ്ട്. ഇത് രണ്ടും ഹദീസിൽ വന്നിരുന്നു. അപ്പൊ പിന്നെ മുട്ട എവിടെ, കാലിന്റെ തൊട എവിടെ, ഇതിനല്ല വെറുതെ മുഴുവൻ സ്വീകരിക്കുക, പറഞ്ഞെടുത്ത് വെക്കുക. അപ്പൊ അള്ളാഹുവിന്റെ രണ്ട് പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് എന്ത്, കുർസി. ലാ യുഖദ്ദിറു അഹദുൻ ഖദറഹു, ഒരാൾക്കും ആ കുർസിയുടെ ഖദർ, അതിന്റെ അളവ് എത്രയാണ് എന്ന് നിർണയിക്കാൻ സാധ്യമല്ല. ഇതാരുടെ വാക്കാണ്, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്. ഇതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, രണ്ട് സഹാബികൾ നിർത്തിയ അബൂ മൂസൽ അശ്അരിയുടെ വാചകത്തിൽ അൽ കുർസിയ്യു മൗദിഉൽ ഖദമൈൻ എന്ന് കാണാം. അള്ളാഹുവിന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണെന്ത്, കുർസി.
സിംഹാസനത്ത് അല്ലെ കസേരന്നോ? കസേര. അതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കുന്നുണ്ടോ? അധികാര പീഠം, അധികാര കസേര, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ വസിയ കുർസിയുഹു സമാവാതി വല്ലാം. അപ്പൊ എന്താ ഈ അബൂസലശരിയും ഇബ്നു അബ്ബാസും ഇതിനെ കുറിച്ച് വിശദീകരിച്ചെന്താണ്? കുർസി എന്ന അള്ളാഹിന്റെ ഭാഗം ഉത്തരം. ഇനി ഇബ്നു ഖയ്യിം ശൈഖുൽ ഇസ്ലാം ഇതിനെ വിശദീകരിച്ചത് കാണാം. എന്ത്? ഒരു മരുഭൂമിയിൽ വിശാലമായ മരുഭൂമിയിൽ ഒരു വള ആഭരണം, ഒരു വള എവിടെ വെക്കുക? മരുഭൂമിയിൽ വെക്കുക. വിശാലമായ മരുഭൂമിയിൽ ഒരു വള വെച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ചെറിയതാണ്. കാരണം മരുഭൂമി എന്ന വിശാലമായ മരുഭൂമി എന്തുണ്ടോ? ഗൾഫ് ആൾക്കാർ മരുഭൂമിയൊക്കെ നമ്മളെ മരുഭൂമിനെ കുറിച്ചുള്ള ഹദീസൊക്കെ മറ്റേ തൗബന്റെ ഹദീസൊക്കെ അല്ലേ? ഇത് തൗബ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. എന്നിട്ട് ആ ഇസ്തിഗ്ഫാർ നടത്തിയെന്ന് എന്ത് പറയും? നീ എന്റെ അടിമയും ഞാൻ എന്റെ റബ്ബുമാണ് എന്ന് പറയുന്ന അത്ര സന്തോഷം എന്താ അള്ളാഹ്ക്കല്ലേ പറ്റി പറയുന്നേ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വായിച്ചപ്പോൾ മരുഭൂമി കണ്ടാലേ മനസ്സിലാവുള്ളൂ. മരുഭൂമിന്റെ അവസ്ഥയും കണ്ടാൽ അങ്ങനെ പറഞ്ഞു പോവും. ഇത് വാഴ നഷ്ടപ്പെട്ട തിരിച്ചിട്ട്. കാരണം എന്താ? ഒരു കുട പിടിച്ചിങ്ങനെ നിർത്തിയമാതിരിയാണ്. കുട പോലെ അത് ആകാശം ഭൂമി തൊട്ട് കിടക്കുന്നുണ്ടാവും. കുട പിടിച്ച മാതിരി ചുറ്റടം നോക്കിയാൽ എന്താ കാണുക? ആകാശം നിലത്ത് ഭൂമി തൊട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ വട്ടത്തില് ശരിക്കിങ്ങനെ കാണാം. അപ്പൊ ഒരു സാധനം നോക്കാണ്ടല്ലോ, ആകാശം ഭൂമി തൊട്ടിങ്ങനെ നിൽക്കാം. അതിന്റെ നടുവിൽ കുടന്റെ കാല് മാതിരി അമ്മയുടെ നടുവിൽ ഇല്ലേ? അപ്പോ ഈ മരുഭൂമിയിൽ വളർത്തുക. ഇതിനോടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെ ഉദാഹരിച്ചത്. ഈ വളയുടെ സ്ഥാനത്താണ് എന്ത്? അല്ല, കുർസി. മരുഭൂമിയിൽ വളയുടെ സ്ഥാനത്താണ് എന്ത്? കുർസി. മരുഭൂമിയുടെ സ്ഥാനത്താണ് എന്ത്? അള്ളാന്റെ അർശ്. അപ്പൊ ആ കുർസിയിനേക്കാൾ എത്ര വിശാലായിരിക്കും എന്ത്? അർശ്. അപ്പൊ അർശും കുർസിയും രണ്ടാണ്. അതാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാകാൻ വേണ്ടി ഇവർ പറഞ്ഞാണ് ഏത്? വളയുടെ സ്ഥാനത്ത് കുർസി, മരുഭൂമിയുടെ സ്ഥാനത്ത് അർശ്. അപ്പൊ ഈ കുർസി തന്നെ എന്താണ്? ആകാശങ്ങൾ ഈ ഭൂമി മുകളിൽ മാത്രം വിശാലമാണ്. ഇനി വേറെ ഉദാഹരണം കൂടി അദ്ദേഹം പറഞ്ഞുതരാം. ഒരു കൊട നിവർത്തി പിടിക്കുക. ഈ കൊടക്ക് കീഴിൽ എന്തൊക്കെ വരുന്നു? 7 ആകാശങ്ങളും ഭൂമിയും വരുന്നു. അപ്പൊ ഈ കൊട ഏതാ? കുർസി. ഇതല്ലേ കൊടന്റെ സ്ഥാനത്ത്? ഏത്? കുർസി. കൊടന്റെ താഴെ എന്തുണ്ട്? പ്രപഞ്ചം മുഴുവൻ, ആകാശങ്ങളും ഭൂമിയും. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കുർസിയുടെ കീഴിൽ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് എന്തുള്ളത്? ഈ ലോകം മുഴുവൻ. അപ്പൊ ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഈ പറഞ്ഞ കൊടന്റെ. അപ്പം കൊട, കുർസി. കൊട ചെയ്തല്ല, കൊടന്റെ രൂപം വരുന്നത്. കൊടങ്ങ നിവർത്തി പിടിച്ചാൽ അതിന്റെ അടിയിൽ എന്തൊക്കെ പെടും? ഈ ഭൂമിയും ആകാശവും തൊട്ടുപെട്ടു. എന്നാൽ അള്ളാഹുവിന്റെ കുർസിയിൽ പുറത്തില്ല, ഒന്നുമില്ല. മനസ്സിലായി? നമുക്കൊരു ഊഹിച്ചാൽ പിടുത്തം കിട്ടാത്തൊരു പ്രയോഗമാണ് ഇത്. വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർളി. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? ഇത്രയും വിശാലമായ ഭൂമിയും ആകാശങ്ങളും. ആകാശത്തിന്റെ അറ്റ എവിടെ മനുഷ്യൻ കണ്ടുകണോ? എപ്പോഴും നടക്കുന്ന പേപ്പറിൽ കണ്ടില്ലേ? അവിടെ വേറൊരു സൗരയൂഥം പോലെ വേറൊരു കൂട്ടം കണ്ടു. അതിനേക്കാൾ വലുതാണ്. അപ്പുറത്ത് വേറൊന്ന്. ഇവിടെ 8 6 8 എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പേപ്പറിലുണ്ട്. അങ്ങനെ പോയിക്കൊണ്ട് അപ്പോ ഒരറ്റം പോലും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത ആകാശം, അതിനൊക്കെ എന്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്? കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇത്ര വിശാലമായ ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വലാ യഊദുഹു. യഊദനാൽ അവനെ ഭാരപ്പെടുത്തുക, വിഷമിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക. വലാ യഊദുഹു, അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തുന്നില്ല. ഹിഫ്ളുഹുമാ, ഹിഫ്ള് എന്ന സംരക്ഷണം. ഹിഫ്ളുഹുമാ എന്നാൽ ഹിഫ്ളു സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സംരക്ഷണം അള്ളാഹുവിനെ ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല? പ്രയാസപ്പെടുത്തുകയില്ല, ഭാരപ്പെടുത്തുകയില്ല. നമ്മളിപ്പോ ഒരു കനല്ലാത്ത സാധനം കഴിച്ചോ, കനല്ലാത്തൊരു സാധനം കുറച്ചേരം പിടിച്ചാൽ പ്രശ്നമല്ല, കുറേ പിടിച്ചിരുന്നാലോ അപ്പൊ പിന്നെ വെയിറ്റ് കൂടി വരും. 1 കിലോ ഉണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ 2 3 5 തോന്നും.
5-നുള്ള സ്ഥാനത്ത് കുറച്ചും കൂടെ ഇടന്നാൽ കുറച്ചും കൂടെ പോകുമ്പോൾ 10 പാചകം ചെയ്യാൻ തോന്നും. എന്താ നമുക്ക് വാഴ തോന്നാൻ കുറഞ്ഞ സമയത്ത് വെച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏത് കാലം തൊട്ട് ഉണ്ടാക്കിയത് മുതൽ ലോകാവസാനം വരെ പിന്നെയും ഇതിന്റെ ഒക്കെ സംരക്ഷണമായിരിക്കാം. ലോകാവസാനത്തിൽ പിന്നെയും ആയിരിക്കാം സംരക്ഷിക്കണ്ടേ, ഇതിനെ സംരക്ഷണമായിരിക്കാം അള്ളാഹാൻ. എന്നാൽ അത്രയും കാലം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളും ഒരു അല്പം പോലും മാറാതെ തെറ്റാതെ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹ് ഉണ്ടാക്കുന്നില്ല. ലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അസീം. അള്ളാഹു അലിയാണ്, അലീമാണ്. എന്താണ് അലിയ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അലിയുൻ, വഹുവൽ അലിയു, അവൻ അലിയുൻ, ഉന്നതനാണ്. ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു സ്ഥാനത്തിൽ ഉന്നതനാണ്. അതുപോലെ തന്നെ നിലകൊള്ളുന്ന സ്ഥലം പരിശോധിച്ചാൽ അങ്ങനെയും അള്ളാഹു എന്താണ്? ഇതൊക്കെയാണ് ഉസൂൽ സലാത്ത് വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്മണ്ടത്തെ ക്ലാസ്സിൽ. എന്താണ് അൽ അഅല, സബ്ബിഹ് റബ്ബിക്കൽ അഅല. അൽ അഅല, അള്ളാഹു ഉന്നതനാണെന്ന് പറഞ്ഞാൽ എല്ലാ കഴിവ് കൊണ്ടും ഗുണം കൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെ നോക്കിയാൽ അള്ളാഹു അവിടെ എല്ലാത്തിന്റെയും മേലെയാണ് അള്ളാഹു. ഇനി സ്ഥാനം, അള്ളാഹു നിലനിൽക്കുന്ന സ്ഥാനം നോക്കിയാൽ അതും എവിടെയാ? ഉപരിലോകത്താണ്. അപ്പൊ സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ ആരെയാണ്? അള്ളാഹു അലി. അപ്പൊ വഹുവൽ അലിയു, അള്ളാഹു ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ കഴിവുള്ള ആളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയ പോയാ. എന്താണ്? എല്ലാ നിലക്കും അള്ളാഹു എന്താണ്? ഉന്നതനാണ്. സ്ഥാനം കൊണ്ടും കഴിവ് കൊണ്ടും എന്താണ്? ഉന്നതനാണ്. അതുപോലെ തന്നെ ആധിപത്യം എല്ലാ നിലക്കും ഇവിടൊക്കെ കൂടുതലാണ്. ഒലുവുൽ ഖദ്രി, ഒലുവുൽ ഖഹരി ഒക്കെ അള്ളാഹു. പിന്നെ വഹുവൽ അലിയുൽ അലീം, അള്ളാഹു അലീമാണ്, അള്ളാഹു മഹാനാകുന്നു. ഇനി അലീമാണ് എന്നതിന് അള്ളാഹു ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളൊരുത്തനെ എന്താവുള്ളൂ? മഹാനാവുള്ളൂ. ഇനി അലീം എന്നതിന് മഹത്വപ്പെടുത്തപ്പെടുന്നവൻ എന്നും ചില അർത്ഥം കൊടുത്തതാണ്. അള്ളാഹു അലീമാണ്, അള്ളാഹു മഹാനാണ്, അള്ളാഹു മുഅല്ലമാണ്. ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ആളെയാണ് എന്ത് ചെയ്യേണ്ടത്? മഹത്വപ്പെടുത്തേണ്ടത്. അപ്പൊ അള്ളാഹു അലീമാണ്, ഈ പറഞ്ഞ ഗുണങ്ങളുള്ളത് കൊണ്ട് അള്ളാഹു മഹാനാണ്. ഈ പറഞ്ഞ ഗുണങ്ങളുള്ളത് കൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുകയും വേണം. അപ്പൊ അള്ളാഹു അലീമാണ്, മഹാനുമാണ്, മഹത്വപ്പെടുത്തേണ്ടവനുമാകുന്നു. അപ്പൊ എത്ര കാര്യം ഇപ്പൊ പറഞ്ഞത്? 9 കാര്യമുള്ളൂ. 10 എണ്ണിയോ? ആയില്ല, ഇല്ല, 9 എണ്ണിയിട്ടുള്ളൂ. പക്ഷെ അവിടെ ആദ്യം പറഞ്ഞ ഹയ്യ് കയ്യൂം രണ്ടായി എണ്ണിയാൽ എന്തായി? 10 വരും. ഈ എണ്ണത്തിൽ 9 വന്നിട്ടുള്ളൂ. അപ്പൊ ഇബ്നു കസീറൊക്കെ പറഞ്ഞത് 10 കാര്യങ്ങൾ, 10 മഹത്തായ ആശയങ്ങൾ ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഒരു ആയത്ത് പഠിച്ചാൽ മതി എന്ത്? അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കാൻ. ഇത് പഠിച്ചെടുത്താൻ എന്ത് ചെയ്യില്ല? ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു ബാധിക്കുകയില്ല. എന്നിവിടെ എങ്ങനെ ആണ് അവരിവിടെ ഈ പറഞ്ഞ ഇസ്ബാത്തും നബിയും ഇനി രണ്ടാമത് ആവർത്തിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ എന്താ? അഅലമായ എന്ന് പറഞ്ഞത് എന്താണ്? അതും പറഞ്ഞു. ഒറ്റ വാചകവും വായിച്ച് നമുക്ക് നിർത്താം. അതാ ഇതുവരെ ബന്ധപ്പെട്ടതാണ്. വലിഹാദ കാന മൻ ഖറഅ ഹാദിഹിൽ ആയ ഫീ ലൈല ലം യസൽ അലൈഹി മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ. ഇതിനാൽ ഏതിനാൽ ഈ ആയത്ത് അഅലമു ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളുമുണ്ട്, അതിൽ നബിയുമുണ്ട്, ഇസ്മാത്തുമുണ്ട് എന്നതുകൊണ്ട് കാന മൻ ഒരുത്തൻ ആയിത്തീരും, ഓതിയ ഒരുത്തൻ, ഹാദിഹിൽ ആയ ഈ ആയത്ത് ഒരു രാത്രിയിൽ, കാനമൻ ഖറഅ ഹാദിഹിൽ ആയ ഈ ആയത്ത് ഓതിയവനായിത്തീരും, ഫീ ലൈലത്തിൻ വല്ല രാത്രിയിൽ ആയിത്തീരും. എന്തായിത്തീരും? ലം യസൽ അലൈഹി അവന്റെ മേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, ഹാഫിളുൻ ഒരു കാവൽക്കാരൻ, ഒരു സംരക്ഷകൻ. ലം യസൽ അലൈഹി മിനല്ലാഹി ഹാഫിൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ അവന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. താലാവനതിക്ക് നീങ്ങിപ്പോവുകയാണ്. മാതാലവനാൽ നീങ്ങിയില്ലാതാണ്. നീങ്ങൂല എന്നാൽ അങ്ങനെ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. ലം യസൽ നീങ്ങിയിട്ടില്ല എന്നാൽ നീങ്ങാതെന്തിരിക്കുന്നു? തുറന്നുകൊണ്ടേയിരിക്കും. ലം യസൽ അലൈഹി ആ ഓതിയവന്റെ മേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് ഹാഫിൾ ഒരു സംരക്ഷകൻ. വലാ യഖറബുഹു ഖറബ യഖറബനാൽ അടുക്കുക, സമീപിക്കുക. വലാ യഖറബുഹു
അവനെ സമീപിക്കുകയില്ല ശൈത്വാനുൻ, പിശാച് സമീപിക്കുകയില്ല ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ. വലാ യഖറബുഹു ശൈത്വാനുൻ, അവനെ പിശാച് ബാധിക്കുകയില്ല ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ അവനെ പിശാച് ബാധിക്കുകയില്ല. ഇതെന്താ? ഇതൊരു ഹദീസിന്റെ ആശയമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കേട്ട സംഗതിയാണ്. എന്താ എന്താണത്? എന്റെ ഒരു പശ്ചാത്തലം ഉണ്ട്. ഇത് നമ്മൾ മറ്റേ ജിബ്രീൽ വിഷയത്തിൽ ഒരുപാട് കേട്ട വിഷയിക്കും. ജിബ്രീൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഒരാൾ വന്നിട്ട് രാത്രി വാരി പിടിച്ചു, പിന്നെയും വാരി. അപ്പൊ എന്താണ്, പട്ടിണിയാണ് പ്രശ്നം വിട്ടു. അപ്പം പറഞ്ഞു ഇത് ചെല്ലിയാൽ രക്ഷപ്പെടും. എന്നിട്ട് ആയത്തിൽ കുറിച്ച് താൻ അബൂ ഹുറൈറക്ക് ഓതി കൊടുത്തു. നബിയുടെ അടുത്ത് പറഞ്ഞു. നബിയുടെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു പറഞ്ഞു സദഖക വഹുവ കദൂബ്, അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവൻ കള്ളനാണ്. പറഞ്ഞവൻ കള്ളനാണ്, കള പറയുന്നവനാണ്. പക്ഷെ പറഞ്ഞ കാര്യം ശരിയാ. ഏത്? ഈ ആയത്ത് ഓതിയാൽ എനിക്കെന്തുണ്ടാവും? സംരക്ഷണം ഉണ്ടാകും എന്നത് ശരിയാണ്, പക്ഷെ പറഞ്ഞവൻ കള്ളനാണെന്നാണ്, ചീത്താനാണെന്ന് പറഞ്ഞത്. അപ്പൊ അബൂ ഹുറൈറക്ക് മനസ്സിലായില്ല. ഏത് വന്ന ആളാണ്, അതൊരു സാധു വളറിയാൻ വേണ്ടി വന്ന കൂട്ടി. പക്ഷെ ഇത് ചീത്താനാണെന്നുള്ളത് കണക്കാക്കരുത്. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, സഹീഹിലല്ല. അദബുൽ മുഫ്രദിൽ മറ്റു ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ പല ഹദീസുകളിലും കാണാം സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാ ഇതാ അവൈത ഇലാ ഫിറാശിക ഫഖർ ആയത്തുൽ ഖുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഹത്താ തഖ്തിമൽ ആയ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബക ശൈത്താൻ ഹത്താ തുസ്ബിഹ്. നബിയാണ് ആയത്തുൽ ഖുർസിയിനി രാത്രി അത് പൂർണ്ണമായി പാരായണം ചെയ്താൽ നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിൽ നിന്നൊരു ഹാഫിൽ നിനക്കുണ്ടാകും. പിശാച് നേരം വെളുക്കുവോളം നിന്നെ സമീപിക്കുകയില്ല. നമ്മൾക്കൊക്കെ ചെല്ലുന്നുണ്ടോ? എവിടെ? ഉറങ്ങണേ മുമ്പ് ചെയ്യുന്നതാണ്. ഉറങ്ങി വെറുതെ അപ്പൊ ഈ പറഞ്ഞത് ഇപ്പോ അർത്ഥം നേരത്തെ പഠിച്ച ആൾക്കാരെ പഠിക്കാൻ ആൾക്കാരുണ്ടോ? ഞാനിപ്പോ ഒരു ഇങ്ങനെ പറഞ്ഞു വെച്ചുള്ളൂ, ശരിയെന്ന് പറഞ്ഞു. ഇതുങ്ങൾ തഫ്സീർ വെച്ചിട്ട് ശരിക്കും എന്ത് ചെയ്യണം? ആയത്തിന്റെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കുന്നതാണ്. കാരണം അത്ര ആഴമായ ഇതിനേക്കാൾ അലീമായ മഹത്വരമായ ഒരു ആയത്ത് വേറെ ഖുർആനിലില്ല. നമ്മൾ ശരിക്കും പഠിക്കണ്ടപ്പോ. അപ്പൊ ശരിക്കും എന്റെ അർത്ഥവും ആശയവും പഠിച്ചാൽ, അത് പഠിച്ച് നമ്മൾ ചെല്ലിയാൽ എന്താണ് ഈ പറഞ്ഞ സംരക്ഷണം ഉണ്ടാവും. എല്ലാ അസ്കാരത്തിനൊക്കെ ചെല്ലണം. ചെല്ലിയാൽ എന്താണ് മരിക്കേണ്ട പണിയുള്ളൂ എന്ന് പറഞ്ഞ എത്താനാണത്, സ്വർഗത്തിൽ എത്താനാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു